എന്റെ പൊന്നോ തങ്കമേ. ഗൈസ്, ഒരു കാര്യം ഞാൻ ഇപ്പോഴേ എടുത്തു പറയാം. എനിക്ക് ഇതിങ്ങോട്ട് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകാൻ വയ്യ, മനസ്സിലായോ? നാളെ ഞാനൊരു നല്ല മനുഷ്യനായിട്ട് വരാനാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, നാളെ എനിക്കൊരു നല്ലവനായ ഉണ്ണിയാവണം. അപ്പൊ ഇന്ന് ഞാൻ നല്ലവനല്ലേലും കുഴപ്പമില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഞാൻ നന്നായ എനിക്ക് നല്ലത്, നിങ്ങൾക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. മനസ്സിലായോ? വെയിറ്റ് ആകു ജസ്റ്റ് വെയിറ്റ് ഫോർ 2 minutes. ഓക്കെ, 2 minutes. വയ്യ, സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് വെറുത്തു, എല്ലാം കൊണ്ട് വെറുത്ത്. നീല, നീ എന്ത് കേൾക്കാനാണ് അവിടെ വന്നിരിക്കണത്? എന്ത് അപരാധം? ഈ അല്ലടാ ഇപ്പൊ ഏറ്റവും വലിയ അപരാധി കമ്മ്യൂണിറ്റിയിലെ. ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാം. ഈ ദിഗോഡിന്റെ കേസ് ഉണ്ടല്ലോ, ഈ ദിഗോഡിന്റെ കേസ് തുടങ്ങണം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഞാൻ അവനെ ഏതോ ഒരു റീല് കണ്ട്, അതായത് മറ്റേ ലൈവാണ്, ഒറ്റ ഞാൻ ഇത് പറഞ്ഞു തുടങ്ങട്ടെ. ഇത് എവിടുന്നാ തുടങ്ങണേന്നുള്ളത് അറിയണമല്ലോ. അതായത് ഇവന്റെ കുരു പൊട്ടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല്, അന്ന് ഏതോ ഒരു ഇവിടെ ഈ ഒന്നാമത്തെ കാര്യം, ഇവന്മാരുടെ കുണച്ച റീൽസ് ഇവിടെ മറ്റേ ഡിസ്കോട്ട് റോൾസിൽ കൊണ്ടിടും. എനിക്കാണെങ്കിൽ വായിക്കൊരു കൺട്രോളും ഇല്ല, മനസ്സിലായോ? ഞാൻ എന്തേലും വിളിച്ച് പറഞ്ഞൊന്നും വരും. പക്ഷെ ഞാൻ ഇവന്റെ ഓസി കരമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലടാ. ഞാൻ ഇവന് MRCയിൽ മറ്റേ പൊട്ടിത്തെറിച്ച കാര്യമില്ലേ, അത് പറഞ്ഞു നോക്കിയതിനാണ് ഇവന് ഇത്രയും വലിയ വിഷമം. മനസ്സിലായോ? ഇവനാണ് വിഷമം, വേറെ ആർക്കും അല്ല. ഫ്ലഫിക്കൊന്നും അല്ല പ്രശ്നം ഫ്ലഫിക്കല്ല, പ്രശ്നം ഇവനാണ്. കാരണം ഫ്ലഫി ചെയ്തത് മറ്റേ മണ്ടത്തരമാണെന്നുള്ള കാര്യം ഫ്ലഫിക്ക് അറിയാം. അതുകൊണ്ട് ഫ്ലഫി ഇതിൽ വലിയ കാര്യത്തിൽ ഇടപെടാൻ വരൂല, മനസ്സിലായോ? ചെയ്ത് മണ്ടത്തരമായതുകൊണ്ട് അവൻ മിണ്ടാണ്ടിരിക്കുന്നു. ഇതിൽ ഈ പറഞ്ഞ പോലെ ഇവനാണ്, അതായത് എന്താ പറയാ, ആ ഒരു ഇതുണ്ടാവൂലോടാ. ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. എനിക്ക് എൻ്റെ കൂടെ കളിച്ചതാണോ എന്നുള്ള ഒരു എന്താ പറയാ, മറ്റേ ആ ഒരു എമ്പതിയ അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് ഈ പറഞ്ഞ പോലെ കൂടെ കളിച്ചതാന്ന് പറഞ്ഞിട്ടുള്ള എനിക്ക് ആ ഒരു ഇതൊന്നും കൺസിഡറേഷൻ ഒന്നുമില്ല, മനസ്സിലായ? എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കണ ആരാണെങ്കിലും ഞാൻ ഊക്കും, ഗ്യാങ് സിറ്റുവേഷനായിട്ട് ഊക്കും. ഞാൻ ഇവനെ അതായത് OC പരമായിട്ട് ഞാൻ പറയാനോ ഞാൻ ഒന്നും നിന്നിട്ടൊന്നുമില്ല. ഓക്കെ, അതില് ഇപ്പൊ അവൻ ലൈവ് ഇട്ടിട്ട് എന്താ പറയണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഞാൻ എന്തോ പറയണ്ടായിരുന്നല്ലോ, പറഞ്ഞിരുന്നു. അതായത് ഇപ്പൊ ലൈവ് ഇട്ടിട്ട് പറയണം, നമ്മള് ഇവൻ MRC കയറേണ്ട ഒരു റീസൺ മാത്രമാണ് പറയണത്. അവൻ പറഞ്ഞുകൊണ്ടിരിക്കണത് അത് എന്റെ പേഴ്സണൽ ചോയ്സ് അല്ല. എടാ, നിനക്ക് MRC മാത്രം കയറണമെങ്കിൽ നമുക്കിവിടെ പ്രശ്നമില്ല. പക്ഷെ നീ ചെയ്തതെന്ന് വെച്ചാൽ ദിഗോടെ നീ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് കയറാൻ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് നീ അവിടെ ഒരു പ്ലാൻ ഇട്ടു 5 വരെ കയറ്റണം എന്നുള്ള രീതിയിൽ. അതിൽ നീ ഉൾപ്പെടുത്തിയത് എന്നെ, സരക്കണ്ണ, അതേപോലെ തന്നെ ഇറ്റാച്ചീനെ, ഫ്ലഫീനെ. ഇത് ഇൻഡിവിജ്വലി നിനക്ക് MRC ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒറ്റ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. ഈ MRCയിലേക്ക് ഇൻവിറ്റേഷൻ വരുന്ന പ്ലെയർ ഞാനായിരുന്നു. ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് MRCയില് ഡയോസ് നിർത്തിയ സമയത്ത് ഒരു സ്ലോട്ട് വേണമെന്ന് അവര് വന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്, രാജു ഭായ് വന്ന് ആവശ്യപ്പെട്ടത് ഇറ്റാച്ചിനായിരുന്നു. ഇറ്റാച്ചിക്ക് പോവാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവൻ അവരെടുത്ത് പറഞ്ഞു താല്പര്യമില്ലാന്ന്. അല്ലല്ല, വെയിറ്റ്, അങ്ങനെയല്ല, കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതായത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഇല്ല രാജുഭായി, എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല, ഞാൻ കളി നിർത്താൻ നിൽക്കുവാണ്. ഞാൻ അതായത് മറ്റേ അടിച്ചു പറഞ്ഞ് നോ പറഞ്ഞെന്നല്ല, ഞാൻ അതായത് പയ്യെ ഇങ്ങനെ, അതായത് നെഗറ്റീവ് ആക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം രാജുഭായ് എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക്, അതായത് കമ്പനി ഒരാളാണ്. അപ്പൊ ഞാൻ ആ രീതിയിലേ നിൽക്കത്തുള്ളൂ. അതിപ്പോ രാജുഭായ് എന്നല്ല, അന്ന് എൻ്റെ അടുത്ത് ഇൻവൈറ്റ് ചെയ്ത ബിലാലാണെങ്കിലും ഷെയ്ഖിന്റെ അടുത്താണെങ്കിലും ഞാൻ ഇത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതായത് മയത്തിലേ ഞാൻ ഒരു നോ പറയത്തുള്ളൂ, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഒറ്റയടിക്ക് ഇങ്ങനെ അടിച്ചെടുത്ത് നോ പറയാൻ മാത്രം എനിക്ക് ഇവരായിട്ടൊരു പേഴ്സണൽ ഗ്രഡ്ജോ ഒന്നുമില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, അന്ന് ഇവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം ഞാനപ്പോൾ ചോദിച്ചു എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരെ കയറ്റാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൽക്കാലം എന്തായാലും ഇറ്റാച്ചിനെ എടുക്കാനേ താല്പര്യപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ളവരെ നമുക്ക് വേണമെങ്കിൽ പയ്യെ ഇങ്ങനെ സെറ്റ് ചെയ്യാം, ഇപ്പോൾ സ്ലോട്ട് ഫുള്ളാണ്, വേറെ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് കയറി ചെന്ന്
ഊമ്പടേനെക്കാട്ടും നല്ലത് കൂടെ കുറച്ച് പേര് കയറ്റി അങ്ങോട്ടേക്ക് ഊമ്പുക എന്നുള്ള മൈൻഡ് സെറ്റ് അറിയാലോ നിങ്ങൾക്ക്, മനസ്സിലായല്ലോ. അപ്പോൾ എനിക്ക് ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഊമ്പട്ടറാ, മനസ്സിലായ? ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എൻ്റെ. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നാമത്തെ കാര്യം താല്പര്യമില്ലായിരുന്നു. പിന്നെ ഇതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡയോസിൻ്റെ അകത്ത് ഒരു പ്ലാൻ പൊട്ടി. ആ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗോഡ്, ഫ്ലഫി, ഞാൻ, സരക്കണ്ണൻ, പിന്നെ രാണ്ടൻ, ഇത്രയും പേര് കയറാം എന്നുള്ള ഒരു പ്ലാൻ ദിഗോഡ് രാജുഭായിൻ്റെ അടുത്താണ് പറഞ്ഞത്. ഇനി അതിനൊരു കാര്യം ഉണ്ടെങ്കിൽ ഒറ്റ മിനിറ്റ് ഞാൻ ഒരാളെ വിളിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആവും. അല്ലാണ്ട് ദിഗോഡിന് MRC കേറണമെന്ന് പറഞ്ഞ് എനിക്കിവിടെ ഞാനൊന്ന് പറഞ്ഞില്ല, ഞാനിപ്പോ വരാവേ. പാവണ്ണ അണ്ണ അയ്യോ, പാവണ്ണ അവ wait. ഇങ്ങനെ അവ വന്ന് ചോദിച്ച ഓർമ്മയില്ല അണ്ണ. അണ്ണാ ഞാൻ MRC കേറാണ്. അവ അങ്ങനെയാണ് അവൻ വന്ന് സംസാരിച്ചല്ല. അവൻ ബാക്കി നമ്മുടെ അവൻ അവൻ എടാ അവൻ ഞാൻ ഒരു ഞാൻ ഒരു തെറ്റും ഒരു ചെയ്തില്ലണ്ണ. കുലാനെ ഒരു മിനിറ്റ്. പാവണ്ണ. ഒരു മിനിറ്റ്. അതായത് അവിടെ കളിച്ചുകൊണ്ട് ഡെയിലി ലൈവ് ഇടുന്ന ചരൺ, പിന്നെ എൻസോ, ഇവരൊക്കെയാണ് ഡെയിലി ലൈവ് ഇടുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഡയോസ് എന്ന് പറഞ്ഞ ഗ്യാങ് എൻറ്റയർലി ആ എനിക്കത് പറയാൻ ഫുൾ റൈറ്റ് ഉണ്ട്. കാരണം ഗ്യാങ് തുടങ്ങുന്നത് തൊട്ട് തീരുന്ന വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ആ ഗ്യാങ്ങിൽ. മനസ്സിലായി? ഇവ ഈ പറഞ്ഞിട്ട് ഗുലാൻ ആര്, ഇവ ഇതാ പറയാ, ഇവ ആരാണ് ഗുലാൻ ആരെന്നൊക്കെയാണ് ഇവൻ ലൈവ് ഇരുന്ന് പറയണം. നീ ആരാടാ മൈര് ഗുലാനെ പറയേ? എടാ നീ നിനക്ക് എന്ത് ഇതാണ് നിനക്ക് ഗുലാനെ പറയാൻ ഉള്ളത് മൈര്? നീ ഡയോസി വന്ന് ലാസ്റ്റ് കുറച്ച് വാറും ഇതും കളിച്ചെന്ന് പറഞ്ഞാൽ നീ ഡയോസിന്റെ മൊത്തം നീയാണ് കൺട്രോൾ ചെയ്യണേ. ഒറ്റ ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് ആള് പോട്ടെ, ആള് ഫുഡ് കഴിക്കും. രാജുഭായി, ഹലോ, ഹൈ. ജസ്റ്റ് 2 ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റാർട്ടിങ്ങിൽ, അതായത് MRCയുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ, അതായത് എന്തായിരുന്നു ശരിക്കും നടന്നത് നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്കുള്ളതുപോലെ പറയാം. അതായത് എൻ്റെ അടുത്ത് നിങ്ങൾ അന്ന് മെസ്സേജ് അയച്ചപ്പോൾ തൊട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ തുടങ്ങുന്ന മുമ്പ് ഞാൻ ആദ്യം പറയാം, ഡിസ്ക്ലെയിമറാണ്, ഞാൻ താങ്ങാൻ വന്നതിൽ ഇവിടെ ആരും. അതെ അത് ഞാൻ വിളിച്ചിട്ട് വന്നാണേ. ദൈവത്തെ ഓർത്ത് ഇനി നിങ്ങൾ ആരും, അത് രാജുഭായി ഇങ്ങോട്ടും കയറി വന്നതൊന്നുമല്ല, ഞാൻ വിളിച്ചിട്ട് വന്ന. കാരണം എനിക്കിത് എപ്പോഴും കൊണ്ടു നടക്കാൻ വയ്യ, ഇത് ഇവിടെ വെച്ച് തീർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, ഇനി പറഞ്ഞു. ഞാൻ ഫസ്റ്റ് സ്പീഡോ ഇല്ലേ, ഡയസി കളിക്കുന്ന സ്പീഡോ പണ്ട് ടെക്സസിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കയറിയതിനു ശേഷം MRC കയറിയതിനു ശേഷം അവനെ വലിക്കണം, അവനെ അങ്ങോട്ട് അവൻ്റെ കളിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ അവനെ വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞില്ല, ഡയോസ് നിർത്തുന്നത് വരെ അവൻ വരത്തില്ല, വേറെ ഇടത്തും കളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ റബലിനെ വിളിച്ചിട്ടുണ്ട്. റബലിനെ വിളിച്ച് സംസാരിച്ച് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ നിങ്ങളോട് എന്നെ കളിപ്പിച്ചോ, നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ നിൻ്റെ കൂടെ തന്നെ കളിപ്പിച്ചോ റബലെ, പക്ഷേ നിർത്തുകയാണെങ്കിൽ എനിക്ക് അവനെ വേണമെന്ന് പറഞ്ഞ് സ്പീഡ് വന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ അവൻ പറഞ്ഞ ഓക്കെ നിർത്താറായെന്ന ഒരു സാധനം നിങ്ങൾ ഇത് വന്നപ്പോൾ അവൻ വന്നപ്പോഴാണ് അവൻ പറഞ്ഞ് നിർത്താറായെന്ന്. അപ്പം എനിക്ക് മനസ്സിലാക്കി അവിടെ നിർത്തിയല്ലോ, അപ്പോൾ ഇറ്റാച്ചിയും ഇത് വിളിക്കാമെന്ന് വെച്ച്. പിന്നെ ഞാൻ ഇറ്റാച്ചിയെ വിളിച്ചു, മെസ്സേജ് ചെയ്തു. അപ്പോഴാണ് ഇവ ഇങ്ങോട്ട് പറഞ്ഞ്, രാജു എനിക്കിപ്പോൾ കളിക്കാൻ താല്പര്യമില്ല, എല്ലാം മടുത്തു, ഞാൻ പോവുക, പഠിക്കാൻ പോവുക, അതൊക്കെ പറഞ്ഞ്. പിന്നെ പറഞ്ഞ് ഇങ്ങനെ 2 പ്ലേയേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, ഒന്ന് എൻസോയും ഒന്ന് ചരനും. പിന്നെ അതേപോലെ നല്ല ഹാർഡ് വർക്കാണ്, ലൈവാണ്, ഒന്ന് നോക്കാൻ പറഞ്ഞു. അവന് ശരിയെന്ന് പറഞ്ഞ് ചരൻ്റെ കാര്യം സെറ്റാക്കി. എൻസോയുടെ കാര്യം ഒരു ഇത് ആയില്ല, സെറ്റായില്ല, എന്തോ ഒരു ഇത് വന്നായിരുന്നു സംസാരം. അങ്ങനെ പോയി കഴിഞ്ഞിട്ടാണ് ദിഗോഡിനെ ഞാൻ മെസ്സേജ് ചെയ്യണത്. എൻ്റെ റഗ്ഗിന് വേണ്ടിയാണ് മെസ്സേജ് ചെയ്യണത്. ഞാൻ പുതിയ PC എടുത്തപ്പോൾ റഗ്ഗും മൗസ് സെറ്റിങ്സും അവനാണ് ചെയ്തിരുന്നത്, അത് ഞാൻ പറയാം. അപ്പോൾ അതിനുവേണ്ടി ചെയ്തപ്പം ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, നീ ഇപ്പോൾ കളിക്കണമെന്നും ഇല്ലടാ. കാരണം ഇവൻ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ വിളിക്കാതിരുന്ന വേറെ ഒന്നുമില്ല, അവനെ ഫസ്റ്റ് വിളിക്കാതിരുന്ന അവൻ മടിയനായതുകൊണ്ട് അവൻ വരൂല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ ഇത് ചെയ്തത്. അപ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചെടാ നീ നിർത്തിയോ? അപ്പം ഇല്ല രാജു ഇപ്പം നിർത്തിയിരിക്കുക, പക്ഷേ നിങ്ങൾ എനിക്കൊരു ഇത്ര സ്ലോട്ട് മാറ്റി വെച്ചതാ, നമ്മൾ കിടിലൊരു ലൈനപ്പ് ആയിട്ട് ഞാൻ കൊണ്ടുവന്ന് തരാം, പക്ഷെ ഞാൻ കയറത്തില്ല, ആദ്യം പിള്ളേരെ കാര്യം നിങ്ങൾക്ക് ഇത്ര സ്ലോട്ട് തരാൻ പറ്റുമെന്ന്. പിന്നെ ആദ്യമൊക്കെ ചെന്നപ്പോൾ അവൻ ചോദിച്ച സ്ലോട്ട് 10, 12 കുറച്ച് വലിയ സ്ലോട്ടുകളായിരുന്നു. ഞാൻ അത്ര സ്ലോട്ടൊന്നും ഇല്ല, നീ ഒന്ന് ആലോചിച്ചിട്ട് നിനക്കും ഇറ്റാച്ചിക്ക് ഇതിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറ, എനിക്ക് വേറെ ഒന്നും നോക്കാൻ ഇതില്ല എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവൻ പറഞ്ഞ ഇല്ല രാജുഭായി ഞാൻ അത് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ അവനും പോയത്. പിന്നീടാണ് ലാസ്റ്റ് കുറുപ്പ് വന്നിട്ട് കുറുപ്പിനെടുക്കുന്നത്. നമ്മൾ കുറുപ്പിനെടുത്തതിന് ശേഷമാണ് പിന്നെ വീണ്ടും ദിഗോഡ് വരണത്. ദിഗോഡും ഫ്ലഫി, പിന്നെ ദിഗോഡ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വരണത്. ആ 4 നമ്മളെ ജോഷോ ഇതിനെയൊക്കെ ഫ്ലഫിനെയൊക്കെ എടുക്കണ്ടെന്ന് പറഞ്ഞത്, പക്ഷെ നിർബന്ധിച്ചടിപ്പിച്ചത്. ശ്രദ്ധിക്കണം, ഫ്ലഫീനെ ഞാൻ ഒരാഴ്ചയോളം ഞാൻ പറഞ്ഞു ഫ്ലഫി എടുക്കരുത്, എനിക്ക് പണ്ടോട്ട് അറിയണതാണ്, വേണ്ട. എൻ്റെ ബാക്കിൽ കിടന്ന് കുറുപ്പും ദിഗോടൊക്കെ അവസാനം എന്നെ ഒരു VC ഇരുത്തി കോംപ്രമൈസ് ചർച്ചയ്ക്കൊക്കെ ഇരുത്തി. ഞാൻ പിന്നെ വിചാരിച്ച് ഞാൻ കാരണം ഒരുത്ത എൻ്റെ കരിയർ ഒന്നും പറ്റണ്ട, എൻ്റെ ഒരു പേഴ്സണൽ ഈഗോ കാരണം ഞാൻ നീ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞു. അവൻ കയറിയതിന് ശേഷം 4-5 വാറ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ വാറിയുന്നു. പിന്നെ മാറിയുന്നു, ഞാൻ മാറിയുന്നതാ. ഞാനായിരുന്നു അപ്പോൾ IG ചെയ്തോട്ടെ, ഞാൻ അങ്ങ് മാറിയുന്നു. ഇവൻ തന്നെ കളിപ്പിക്കട്ടെ, ഇവൻ എന്നെ എല്ലാം ചെയ്യട്ടെ, ഞാൻ അങ്ങ് മാറിയുന്നു. അങ്ങനെയാണ് ഞാൻ MRC IG നിന്ന് മാറുന്നത്.
ദ ഗ്രേറ്റ് ഫ്ലഫി വന്നതിന് ശേഷം. ഇത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ക്ലാരിഫിക്കേഷൻ കിട്ടാനാണ് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉള്ളതെന്ന്. ഇപ്പോ രാജു ഭായി ഞാൻ ഇപ്പൊ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല രാജു Over ഈ ഒരു കോൺട്രസ്റ്റ് ഞാൻ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. ഇല്ല രാജു ഭായി വിട്ടോ. താങ്ക് യു. Okay, അല്ല നമ്മള് കോൺട്രവേഴ്സി ഇല്ല, നമ്മളിങ്ങനെ പെയ്യെ സംസാരിക്കുമ്പോ പയ്യെ, controversy ഇല്ല. ഞാനും ഇത് തന്നെയാണ് കുറച്ച് ദിവസം കൊണ്ട് നമ്മളിങ്ങനെ പിടിക്കുന്നത്. പെയ്യെ സംസാരിച്ചത്. അതെ, അപ്പൊ നമ്മള് നമുക്ക് നമ്മൾ പറയുന്ന മാന്യമായി controversy ആയിരിക്കും. പയ്യെ കാമായിട്ട് നമ്മൾ സംസാരിക്കും. ഒരിക്കലും ഉറക്കെ സംസാരിക്കാൻ മാത്രമേ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇതേ കണക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ കോൺട്രവേഴ്സി ആവുന്നില്ല, ഒരിക്കലും ആവത്തില്ല. നമ്മൾ ഇങ്ങനെ പെയ്യെ സംസാരിച്ചത് അല്ല, ഒരിക്കലും ഞാൻ കോൺട്രവേഴ്സി കള്ളമാണ് പറയണെന്ന് പറയണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ സ്ക്രീൻഷോട്ടും ഫോട്ടോസും അയച്ചു തരാൻ കേട്ടോ. ഇല്ല അതൊന്നും കുഴപ്പമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. രാജു ഭായി ഓക്കെ ബൈ. താങ്ക് യു. അത്രേ ഉള്ളൂ. അപ്പോ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ. പെയ്യെ സംസാരിക്കാൻ പാവപ്പെട്ട ഒരാളാണ് രാജു ഭായി. അങ്ങേർക്ക് ആദ്യമേ അറിയായിരുന്നു ഈ പറഞ്ഞ മഹാനായ ഫ്ലഫി ഒരു കാര്യത്തിനും ഗുണമില്ലാന്ന് അറിയാഞ്ഞിട്ടും ആളെ കയറ്റി. എന്തുകൊണ്ട്? ആളുടെ ഈഗോ എല്ലാം കളഞ്ഞ് കയറ്റി. എന്നിട്ട് ഇപ്പൊ ഉണ്ടായത് കണ്ടല്ലോ. എടാ ആളെ തട്ടിയിട്ടു. ഓക്കെ, അതെന്തേലും ആവട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇനി നമ്മൾ അതിൽ ഇനി ഇതാക്കണ്ട. ഇത് ഇവന്മാര് 5 പേരെന്ന് പ്ലാൻ ഇട്ട് 5 പേര് ആരൊക്കെയെന്ന് നേരത്തെ പറഞ്ഞ പോലെ, എന്നിട്ട് ഇവൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. എനിക്കും ഇറ്റാച്ച് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ പേരം പറഞ്ഞ് കുറേ നാടകങ്ങൾ നടന്നു. ഇതിൻ്റെ പേരിലാണ് നമുക്ക് ഇവൻ്റെ അടുത്തുള്ള ദേഷ്യം വരുന്നത്. നമ്മളത് പറയാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണെങ്കിൽ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മനസ്സിലായി? ഒരു ചാറ്റ് വന്നായിരുന്നു രാജുഭായി വന്നപ്പോ. ഞാനാണ് അങ്ങോട്ട് സ്ലോട്ട് ചോദിച്ചെന്ന് ദിഗോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവരത് പറയട്ടെ. കാരണം എൻ്റെ കയ്യിൽ ബിലാൽ എന്നെ വിളിക്കുന്ന റെക്കോർഡുണ്ട്. എനിക്കറിയായിരുന്നു ഇത് എന്നേലും ഒരു ദിവസം തല തിരിഞ്ഞ് എൻ്റെ തലയിൽ തന്നെ വരുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാൻ റെഡിയാണ്, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ അവൻ ഇത് കൺഫേം ആക്കണം. അതായത് ഞാനാണ് അങ്ങോട്ട് പോയി സ്ലോട്ട് ചോദിച്ചതെന്ന്. എനിക്ക് അങ്ങനെ സ്ലോട്ട് ചോദിക്കേണ്ട വേറൊരു മെയിൻ പോയിന്റ്, അതായത് ഓക്സിയുടെ PC-യുടെ കണക്ക് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അത് ഫ്രണ്ട്സ് ആയതുകൊണ്ട്, തിക് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ചോദിച്ചോണ്ട് അവൻ ഇവിടെ ചെന്ന് പറയാം, എടാ അവരെ കാണുന്ന മുമ്പേ കണ്ടു തുടങ്ങിയാട്ടോ എന്നെ. മനസ്സിലായി? അവൻ എൻ്റെ അടുത്താണ് ആദ്യം എന്ന് പറയണേ. മനസ്സിലായി? ഞാനാണ് എൻ്റെ അടുത്ത് പറയുന്നത്, അല്ലാതെ ഇവൻ TV കയറിയിട്ട് ഇത് പറഞ്ഞിട്ടല്ല അവൻ TV കയറണേ. മനസ്സിലായി? അവൻ പറഞ്ഞ സമയത്തെ ഞാൻ പറഞ്ഞു, ഈ PC-ക്ക് വേണ്ടി ഞാനാണ് ഇരുന്നിട്ടുള്ളത്, അവന്റെ ചേട്ടനാണ് ഞാൻ. അവൻ എന്ത് നടന്നാലും എൻ്റെ അടുത്താണ് അവൻ ആദ്യം പറയണേ. മനസ്സിലായ? അത് കഴിഞ്ഞിട്ടേ ഉള്ളു മറ്റേ നൻപൻ കൂട്ടും മനസ്സിലായി? ഓക്കെ, അതായത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മനസ്സിലായ? ബാക്കി ആരും അവന് അത് കഴിഞ്ഞിട്ടാണ് കണ്ടത് ഈ ഫ്ലഫീനെയൊക്കെ. മനസ്സിലായ? അതുകൊണ്ട് അത്ര നൻപക്കളിയൊന്നും വേണ്ട. മനസ്സിലായ? അപ്പൊ എന്തുണ്ടെങ്കിലും ഇവ എൻ്റെ അടുത്താണ് ആദ്യം പറയണം. അപ്പൊ അത് അങ്ങനത്തെ സെന്റിമെന്റ്സ്, ഫ്രണ്ട്ഷിപ്പ് കഥയൊന്നും ഇവിടെ ഇറക്കണ്ട കേട്ടോ. ഞാൻ ലൈവ് കണ്ടപ്പോ കണ്ടു. ഈ പറഞ്ഞ ഫ്ലഫി മോക്സിയും തമ്മിലുള്ള ബന്ധം വരുന്നതിന് മുന്നേ രായണ്ണനും ഓക്സിയും ഭയങ്കര ബന്ധമാണ്. കുലാനും ഓക്സിയും രായണ്ണനും അതിനുമായിട്ടും വലിയ ബന്ധമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ബന്ധം ഇരിക്കുമ്പോൾ നിന്റെ ഈ ചെറിയൊരു ബന്ധം ഉണ്ടല്ലോ, ഇത് കുറച്ച് നാൾ കണ്ടിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിൽ നീ അതായത് ഒരുപാട് പറഞ്ഞ് താളം അടിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ റിയൽ ലൈഫിൽ പല കാര്യങ്ങളും പേഴ്സണലി പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ പേഴ്സണലി പറയുന്ന കാര്യങ്ങൾ വേറൊരാളെ കുറിച്ചാവല്ലേ. വേറൊരാളെ കുറിച്ചാവുമ്പോൾ എന്താ പ്രശ്നമെന്നറിയോ? അവരവരുടെ കാര്യം നോക്കി പോവുമായിരിക്കും. പ്രത്യേകിച്ച് ഞാൻ രണ്ടത് എൻ്റെ കാര്യം നോക്കി ഹാപ്പി ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാര്യം വന്ന് എടുത്തിടുമ്പോഴാണ് ഫ്ലഫി ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങൾ വരുന്നത്. എടാ നീ മുമ്പ് വന്ന് ഇങ്ങനെ ഒരിക്കലും ഊമ്പിച്ചിട്ട് പോയാലെന്ന് പറഞ്ഞ മെസ്സേജ്, എടാ എനിക്കതിപ്പോ കൊള്ളൂലടാ. നീ അത് മെസ്സേജ് ഇട്ടാൽ എനിക്കിപ്പോ കൊള്ളത്തില്ല. ഞാൻ ഇപ്പൊ ടിവിയിലാണ് ഇരിക്കുന്നത്. മനസ്സിലായ? ഞാൻ ഇപ്പൊ ടിവിയിലാണ് ഇരിക്കുന്നത്. നീ അത് കഴിഞ്ഞ് ഒരു 50 മെസ്സേജ് അവിടെ എടുത്തിട്ടാൽ എനിക്കത് കൊള്ളാൻ പോണില്ല. മനസ്സിലായ ബ്രോ? അതുകൊണ്ട് നീ അത് ഇട്ട് കഷ്ടപ്പെടണ്ട. മനസ്സിലായി? നീ ഇങ്ങനെ ഒരിക്കലും ഊമ്പിച്ചിട്ട് പോയല്ലേ, ഒരിക്കലും ഊമ്പിച്ചിട്ട് പോയിട്ടൊന്നും ഇല്ലടേ. മനസ്സിലായ? ഒരിക്കലും ഊമ്പിക്കണ പരിപാടി ഞാൻ ഇവിടെ ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ടി വിയിൽ ഇരിക്കത്തില്ല. ശ്രദ്ധിച്ചു കേട്ടോ? ഞാൻ ഊമ്പിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ടി വിയിൽ ഇരിക്കത്തില്ല. മനസ്സിലായ? നമ്മൾ കുറെ കാര്യത്തിന് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളായിട്ട് ഇറങ്ങിയത്. സോ അത് നമുക്ക് മനസ്സിലായി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം സത്യങ്ങൾ മനസ്സിലായി, നമ്മൾ തിരിച്ചു വന്നു. അത്രേ ഉള്ളൂ. അത്രേ ഇപ്പൊ പറയാൻ താല്പര്യമുള്ളൂ. അതെ, നമ്മള് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ തിരിച്ചിതിലേക്ക് വന്ന് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ശാന്തമായി മനസ്സമാധാനമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഈ MRC സിറ്റുവേഷൻ വരും. ഞാൻ ഊക്കും. സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കണത് ഇത്രയും വലിയ പ്രശ്നമാണോ? എടാ അവന് ഊക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ. അവന്റെ സ്വന്തം ചാനലില്ല, അവൻ ഊക്കിക്കോട്ടെ, ഞാൻ ഒന്നും പറയത്തില്ല. നാളെ ചിലപ്പോൾ എൻ്റെ കണ്ടന്റ് വരും, ഞാൻ തിരിച്ചങ്ങ് ഊക്കും. ഇത് ഇങ്ങനെ ഊക്കി അങ്ങനെ ഇരിക്കും. പിന്നെ വിപ്സിക്കുള്ള റോള്, എടാ വിപ്സിക്ക് ഇതിൽ റോളില്ല. പയ്യൻ PUBG കളിച്ചുകൊണ്ടിരുന്ന പയ്യനാ. ഇങ്ങനെ വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാളിയാ. മേ ബി ദിഗോഡിനെ സപ്പോർട്ട് ചെയ്ത് വന്നായിരിക്കും. എന്ത് റോളാന്ന് എനിക്ക് ഇപ്പോഴും കത്തുന്നില്ല. ജോഷയുടെ റോള് അതും എനിക്ക് കത്തുന്നില്ല.
എനിക്ക് ഒന്നും കത്തിയിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജോഷുവിനെ ലൈക്ക് ഡയോസിലോട്ട് കയറ്റുന്നത് വെച്ചാൽ നിക്കിന്റെ കമ്പനി വഴിയാണ് ഡയോസിലോട്ട് വരുന്നത്. അവൻ എൻ്റെ നല്ലൊരു കമ്പനിയുള്ള ചെറുക്കനാണ്, ഞാനോട് സംസാരിക്കാറുണ്ട്. അവൻ MRC കയറിയാലും എന്ത് കയറിയാലും ഞാൻ അവൻ്റെ അടുത്ത് നല്ല കോൺടാക്റ്റിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടാണ്. അതേപോലെ തന്നെയാണ് വിപ്സിയുടെ അടുത്ത് ഞാൻ സംസാരിക്കില്ലെങ്കിലും അവൻ എന്തെങ്കിലും ആവശ്യം വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇവർ ഈ രണ്ടുപേരും എന്തിനാണ് ഇതിൻ്റെ ഇടയിൽ സംസാരിച്ചതെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇവർ സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവർക്ക് എന്തോ അറിയാമെന്നൊക്കെ പറയും, ഇവർക്കൊന്നും അറിഞ്ഞൂടാ. സത്യം പറയുകയാണെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും അറിഞ്ഞൂടാ. ദിഗോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇവന്മാർക്ക് അറിയാത്തുള്ളൂ. അവന്മാർ നമ്മുടെ അടുത്തൊന്നും ചോദിക്കാനും വന്നിട്ടില്ല, നമ്മളായിട്ട് അങ്ങോട്ട് പറയാനും ഇത് പോയിട്ടില്ല. നമ്മൾ അതൊന്നും പറഞ്ഞു നടക്കേണ്ട ഇവന്മാർക്കൊന്നും ആവശ്യമില്ല. ആവശ്യമില്ല. എന്തിനാണ് ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ പറഞ്ഞു നടക്കണേ? നമുക്ക് ഇങ്ങനെ എല്ലാവരെയും നമ്മളെ ബോധിപ്പിച്ചിട്ട് എല്ലാവരും മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ടൈം വരും. അപ്പൊ അവർ മനസ്സിലാക്കട്ടെ, അത്ര ഞാൻ പറയുന്നു. അല്ലാതെ നമുക്ക് ഇനിയിപ്പോ അവരെയൊക്കെ ബോധിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനും പോണില്ല. മനസ്സിലായോ? അത് നമ്മൾ അറിയാന്നുള്ള കുറച്ച് പിള്ളേർ നമുക്കുണ്ട്, അത് മതി. അതല്ലാണ്ട് ഇവരെയൊക്കെ ബോധിപ്പിക്കണമെന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ സിമ്പിളായിട്ട് പറഞ്ഞ കേട്ടില്ലേ, MRC കയറാൻ നോക്കിയ മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല. എടാ ഒന്നും ഇവൻ ചെയ്തില്ല. ഇവൻ ചെയ്ത കണക്കുകൾ എടുത്തിട്ട് പറയുകയാണെങ്കിൽ അവിടെ അത്രത്തോളം ചെയ്ത് കൂട്ടത്തിലുള്ളവരെ തമ്മിൽ അവിടെ അടി വരെ ആയിട്ടുണ്ടെങ്കിൽ അവര് ആയിട്ടുണ്ട്. അവിടെ 2 തവണ രണ്ട് ഇതായിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആലോചിച്ച് നോക്ക്. അത്ര ഒരു ആലോചിച്ച് കാര്യം നോക്ക്. ഒരു കാര്യമുണ്ട്. എനിക്ക് അത്ര വിഷമം ഇത് ഉള്ളതുകൊണ്ടാണ് ഞാൻ ലൈവ് വേറൊരു കാര്യമുണ്ട്. ഉള്ളതുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. വേറൊരു ഇവ കാര്യമുണ്ട്. അത് ഡയോസിൽ കുറച്ച് അത് പ്ലേയേഴ്സിന്റെ ഇടയിലുള്ളൊരു സംഭവമാണ്. ഞാൻ ഇപ്പൊ തന്നെ എടുത്തു പറയാം. അതായത് ദിഗോഡിന്റെ കൂട്ടുകാരൻ, അതായത് OC ആയിട്ട് പറയണല്ല, അവന്റെ ഒരു കൂട്ടുകാരൻ, IRL കൂട്ടുകാരൻ, അവൻ സിറ്റിയിൽ കളിക്കുന്നുണ്ട്. അവന്റെ ഗ്യാങ്ങിന്റെ പേരെന്തായിരുന്നു? RDX അല്ലേ? RDX. അപ്പോ കോമഡി എന്താ വെച്ച് അറിയാം, കഴിഞ്ഞാല് മറ്റേ ഈ ഒരു പുള്ളിയുണ്ട്, മറ്റേ എന്തുവരുന്ന ആളുടെ പേര്, അൺബാലൻസ്ഡിന്റെ ഗ്യാങ്ങിലേക്ക്, അതായത് ഈ ഡയോസ് പോയതിനു ശേഷം നമുക്ക് എക്സ്ലാൻഡിസി കളിക്കാൻ ഒരു ഗ്യാങ് വേണമെന്ന് പറഞ്ഞപ്പോൾ ദിഗോഡാണ് എടുത്തോണ്ട് വന്നത്. അൺബാലൻസ്ഡിന്റെ കോലീഡറാണ്, അവിടുത്തെ കോലീഡർ ഇവന്റെ കൂട്ടുകാരനാണ്. അപ്പൊ നമുക്ക് അവിടെ കളിക്കാന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ, അതായത് ഈ RDX എന്നുള്ള ഗ്യാങ്ങിലേക്ക്, അതായത് നമ്മളെ എല്ലാവരും നമുക്കൊരു 10-15 സ്ലോട്ടോളം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഇട്ടു. കുറേ നാൾ ഈ പ്ലാൻ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ദിഗോഡൊക്കെ കാണുമെന്ന് പറഞ്ഞാണ്. ഓക്കെ, ദിഗോഡ് ഇതിൽ കാണും, ഇതിലെല്ലാം അതായത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മുടെ പിള്ളേർ സെറ്റുകളെല്ലാം ആ ഗ്യാങ്ങിലേക്ക് കയറ്റി അങ്ങനെ എക്സ്ലാൻഡിസിൽ കളിച്ച് ഒരു ഇതായി നിൽക്കാന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ MRCയിൽ കയറുന്ന ഒരു കേസ് വന്നല്ലോ. അപ്പൊ ഇവ എന്താ ചെയ്തത് അറിയോ? ദിഗോഡ് ഇവനും ഫ്ലഫിയും കൂടെ എൻ്റെ പേരെടുത്തിട്ട് RDXന്റെ ഗ്യാങ്ങിൽ ഈ ഡയോസിലെ ബാക്കിയുള്ള പിള്ളേരുടെ കൂടെ ഇട്ട്, അതായത് ഞാന് പിന്നെ ബാക്കിയുള്ള ഡയോസിൽ ഈ പാവങ്ങൾ, ഓക്കെ, ഇങ്ങനെ ഇട്ടിട്ട് ഇവന്മാർ രണ്ടുപേരും കയറുന്നില്ല. ഓക്കെ, ഫ്ലഫിയുടെ കേസ് വിടും, അവൻ കയറാൻ താല്പര്യമില്ല. ചിലപ്പോൾ സരക്കണ്ണന്റെ കൂടെ നിൽക്കുന്നതാണ്. അപ്പൊ സരക്കണ്ണ ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവൻ കയറത്തില്ല. ദിഗോഡ് കാണുമെന്ന് പറഞ്ഞിട്ട് ഇവൻ കണ്ടില്ല. പെട്ടെന്ന് സ്റ്റാലിൻ എൻ്റെ അടുത്ത് പറഞ്ഞടാ ദിഗോഡില്ല, നീ കയറുന്നു. ഞാൻ പറഞ്ഞു ഞാൻ കയറാനില്ലെന്ന്. അപ്പോൾ സ്റ്റാലിൻ ചോദിച്ചു എന്താ കാരണമെന്ന്. ഞാൻ അവനോട് നീ ദിഗോഡിന്റെ അടുത്ത് ചോദിക്കും ദിഗോഡ് എന്താ ഇല്ലാത്തതെന്ന്. അപ്പൊ ദിഗോഡ് പറഞ്ഞത് എന്തോ സെം എക്സാമാ എന്നൊക്കെയാണ് പറഞ്ഞത്. നേരെ തിരിച്ച് ദിഗോഡ് സരക്കണ്ണന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സരക്കണ്ണുണ്ടെങ്കിൽ കയറത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ പറഞ്ഞെന്നറിയാം. ആ സംഭവം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നെ ആ ഗ്യാങ്ങിൽ തട്ടിയിട്ട് ഇവന്മാരെല്ലാം കൂടെ MRC കയറാനായിരുന്നു പ്ലാൻ. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടെങ്കിലേ 2 MRC കയറുള്ളൂ എന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ആരുടെ അടുത്ത്? ദിഗോഡിന്റെ അടുത്തും ഫ്ലഫിയുടെ അടുത്തും. ഓക്കെ, അപ്പൊ ആ ഒരു ഇതുകൊണ്ട് എന്നെ തട്ടിയിട്ടിട്ട് ഇവന്മാരെല്ലാരും കൂടെ, അതായത് ഇപ്പൊ ഞാൻ എന്തായാലും ഒരു ഗ്യാങ്ങിൽ കയറിയില്ല, അപ്പൊ ഞാൻ ഒറ്റയ്ക്കായല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചൂപ്പിക്കാന്നുള്ള രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അവര് വിവരവും ബുദ്ധി ഉള്ളതുകൊണ്ട് ഞാൻ കയറി കൊടുത്തില്ല. ഞാൻ എന്നിട്ടും എന്ത് ചെയ്തെന്നറിയോ? ഡയോസിലെ പിള്ളേരെ എനിക്ക് കാര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോസിൽ കളിക്കുന്ന കുറച്ച് പേർക്ക് എനിക്ക് അതായത് അവരായിട്ട് ഭയങ്കര ഇതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഞാൻ കൊടുത്തു. ഞാൻ എൻ്റെ പേര് കൊടുത്തറ. ഞാൻ അതായത് മറ്റേ ബലി ഇട്ട് കൊടുക്കില്ല എന്നെ തന്നെ, അതുപോലെ ഞാൻ ഇട്ട് കൊടുത്ത് RDX കളിക്കാന്ന് വിചാരിച്ച്. എന്തോ ദൈവത്തിന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, അന്നേ RDXനെ അങ്ങ് പൂട്ടിപ്പോയി. അന്നേ RDX പൂട്ടിപ്പോയി. ആ ഭാഗ്യത്തില്, അതായത് ദൈവഭാഗ്യം കൊണ്ട് RDX പൂട്ടിപ്പോയത് കൊണ്ട് നമ്മള് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്നെ വായിൽ ഇതാക്കിയിട്ട് ഇവന്മാര് പോയേനെ. ഇവന്മാരങ്ങ് MRC എത്തിയേനെ. രണ്ടെണ്ണം അടക്കം ചിലപ്പോ MRC കയറിയേനെ. പിന്നെ അല്ലല്ലേ ഞാൻ പറഞ്ഞതാണ്, മനസ്സിലായ? ഞാൻ പറയാം, ഇവര് കൺവിൻസ് ചെയ്യാൻ വന്നപ്പം സരക്കണ്ണ വെച്ചിട്ടാണ് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞത് എന്റെ അടുത്ത്. മനസ്സിലായി? അപ്പൊ ഞാൻ ഈ ഇവ ഇറ്റാച്ചിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവ എടുത്തടിച്ചിട്ട് നോ പറയും, കയറാൻ താല്പര്യമില്ല. ഇവ പച്ചയ്ക്ക് മോത്തടിച്ച് പറയും. അപ്പൊ ഇവ എന്റെ അടുത്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ MRC കയറാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാരടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാച്ചി വരാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. മനസ്സിലായി?
അപ്പോഴാണ് ഇവന്മാർ എന്ത് ചെയ്തത് ഇറ്റാച്ചിന് ഈ തള്ളൽ ഇതാക്കാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇറ്റാച്ചി പോകുന്നില്ല, വീണ്ടും നമ്മൾ 5 വരെ പ്ലാൻ ഇട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അതിന്റെ ഇടയിൽ തന്നെ കുറെ കളികൾ അതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. സീരിയസ്ലി പറയാൻ അതിന്റെ ഇടയിൽ കുറെ കളികൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പറയണില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് മനസ്സിലാവും, അതുകൊണ്ടാണ് ഇതിന്റെ ഒന്നും പറയാത്തത്. അതുകൊണ്ട് മോനെ ദിഗോടെ, നീ ഇതിന്റെ അകത്ത് കുറെ കളി കളിച്ചിട്ടുണ്ട്. അയ്യോ അണ്ണാ, അവൻ നിനക്ക് ഒരു തെറ്റ് നിനക്ക് ചെയ്തോളൂ അണ്ണാ, അവൻ നിനക്ക് MRC MRCയിൽ നിന്റെ കേറാൻ നിന്റെ പേഴ്സണൽ ചോയ്സാണ്. നീ നിനക്ക് വേണമെങ്കിൽ നിന്റെ കേറാം. അന്തസ്സായിട്ട് അതല്ല വന്നിട്ട് നിന്റെ MRC അത് കേറുന്നു. അത് നിന്റെ മാത്രമല്ല, നീ സ്ലോട്ട് കേറ്. ചോദിച്ച കയറിയാലും നീ സ്ലോട്ട് ചോദിച്ചില്ല, നിന്നെ ഇൻവൈറ്റ് ചെയ്ത് കയറിയാലും നമുക്കൊന്നും പോവാനും ഇല്ല, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യവും. പിന്നെ അത് മോനെ നിങ്ങൾ നീ നമ്മളെ മനസ്സിലാക്കണം. മറ്റേ നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നീ നന്മമരം ചെയ്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അത് വിശ്വസിക്കാൻ കുറച്ച് അയ്യോ പാവം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക്, ഓ അയ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മള് വേണ്ടിയായിരുന്നു. ഓ എന്തിനാ അല്ലല്ല, അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് എന്ന് ഇതായിരുന്നല്ലോ കഥ. വിശ്വസിക്കാൻ അപ്പൊ നേരത്തെ നമ്മളൊരു വോയിസ് കേട്ടില്ല ദിഗോഡിന്റെ രാണ, അത് ആരുടെ ഫോണിൽ നിന്നായിരുന്നു കേട്ടത്? അത് മന്ദാരം അല്ലേ? നമ്മുടെ ആ മന്ദാരം മന്ദാരത്തിന്റെ ഒറ്റ അത് ഞാൻ വേണം, അത് വേണം. മന്ദാരത്തിനൊന്ന് ഞാൻ വേണം വിളിക്കാം. വേണം 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 അത് വേണം അത് വേണം അത് വെയിറ്റ് വേണം. വെയിറ്റ് കുറച്ചു മുമ്പ് അവന്റെ ലൈവിൽ ഇരുന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. ആണടാ ഞാൻ MRC സ്ലോട്ട് വെച്ചടാ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. കുറച്ച് നിങ്ങൾ അവന്റെ ലൈവിൽ പോയി നോക്കിയാൽ മന്ദാരത്തിനൊന്ന് വിളിച്ചു നോക്കട്ടെ, പയ്യൻ കിടന്ന് അതൊക്കെ ഉറങ്ങിയെന്ന് കേട്ടാണ് തോന്നുന്നു. മാസങ്ങ് പോവണ്ണ അവന്റെ. എന്തിനാണ് അയ്യോ ചുമ്മാ അത് കേൾപ്പിച്ചിട്ട് വേണം ഈ വോയിസ് കേൾപ്പിക്കാൻ വേണ്ടി. അതാകുമ്പോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പൊ എടാ നിങ്ങൾക്ക് മന്ദാരം മനസ്സിലാവും. പെട്ടെന്നൊന്ന് ലൈവ് വീസി വന്ന്, ലൈവാണ്, പെട്ടെന്ന് വീസി വാ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒന്ന് നീ വാ, നീ ആ നേരത്തെ കാണിച്ച ആ വോയിസ് ക്ലിപ്പ് ഒന്ന് എനിക്ക് കേൾക്കണം, പെട്ടെന്ന് വാ പ്ലീസ്. എന്റെ ജിമ്മിന്റെ കേസ് എന്തൊക്കെ പറഞ്ഞു? എന്റെ ജിമ്മ് എടാ ഗുലാൻ ജിമ്മിലൊക്കെ പോവും, അതിന് എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക് അതൊക്കെ പ്രശ്നമാക്കി നിങ്ങൾ? ഒരു പകുതി ആയപ്പം ഡയോസിൽ മൊത്തത്തിലൊരു പകുതി ആയപ്പം ഇറ്റാച്ചിയും ഗുലാനും ഒരുമിച്ച് കളി നിർത്തിയതാ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പിറകിൽ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്യാങ് ഓടിപ്പോയത്. അപ്പൊ ഇവന്മാര് രണ്ടും താന്നപ്പം ഒരു കുണ്ണ പൊങ്ങി, അതാണ് ദി ഗോഡ്. മനസ്സിലാ? എന്നിട്ട് സ്റ്റാലിനാണ് ഐജിൽ ചെയ്തോണ്ടിരുന്ന സമയത്ത് എന്റെ ലൈവ് എടുത്തിച്ച് നോക്കിയാൽ മതി. 5-6 വാർ ജയിച്ചോണ്ടിരുന്ന ശേഷം പിന്നെ അണ്ണൻ വന്ന് ഐജിൽ ചെയ്യാൻ തുടങ്ങിയപ്പോ തൊരാന്ന് തോക്കാൻ തുടങ്ങി. അടിച്ച് തോക്കാൻ തുടങ്ങി. നിങ്ങൾ വേണമെങ്കിൽ എന്റെ ലൈവോ അല്ലെങ്കിൽ മറ്റേ ഇവന്മാരെ ഡെയിലി ലൈവ് ഇടും, അവന്മാരെ ലൈവ് പോയി നോക്കിയാൽ മതി, മനസ്സിലാവും. സ്റ്റാലിൻ കോള് വിളിച്ച് കളി ജയിച്ചോണ്ടിരുന്ന അടുപ്പിച്ച് 5 വാർ ജയിച്ചോണ്ടിരുന്ന സമയത്ത് ഇവൻ മറ്റേ സ്കാമിയോ എന്നും പറഞ്ഞ് വന്ന് ഞാൻ IGL ചെയ്യാം, അവന്റെ IGL പറ്റൂല വന്നിട്ട് കുറ്റമായിരുന്നു. അയ്യോ അവന്റെ കോള് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു വാർ നമ്മൾ ജയിച്ചിട്ടില്ല അവിടെ. എല്ലാം തോറ്റ് കളിപ്പിച്ചോണ്ടിരുന്നപ്പോ വന്നെടുത്ത് റോൾ ഇറക്കാൻ വേണ്ടി വന്ന അവരാധിച്ച്. ഇനി അത് വിട്. ഇനി നിങ്ങളെല്ലാരും മനസ്സിൽ വേണ്ടത് രാജുഭായി പറഞ്ഞതും ഞാൻ പറഞ്ഞതും എല്ലാരും പറഞ്ഞതൊന്നും മനസ്സിൽ വെച്ചിട്ട് മദാരെ എനിക്ക് ജസ്റ്റ് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കാം. അത് കുഴപ്പമില്ല, ആഗ്രഹിച്ച് ഒന്ന് ചോദിക്കുകയാണ് ഞാൻ, ഒന്ന് കേൾപ്പിച്ചു. ഇത് ഇവിടെ വന്ന് തീരട്ടെ പുല്ല്. എനിക്ക് അയച്ചതല്ല ഇത്, പുള്ളിക്ക് അയച്ച പുള്ളി എനിക്ക് അയച്ചു തന്നെയാണ്. അത് ആർക്ക് അയച്ചാലും ഒരു കുഴപ്പമില്ല, അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇത് മാത്രം നമ്മ പറഞ്ഞ ലൈവില് പറഞ്ഞ വെച്ച് നിങ്ങളൊക്കെ പറഞ്ഞത് വെച്ചിട്ട് ഇതെന്താന്നുള്ളത് കക്കൂസ് ഇരിക്കടാ ചൂടെ, ഒന്ന് മ്യൂട്ട് ചെയ്യടാ. എന്തോ പറയുന്നത് MRCയില് കേറുന്ന സീനൊന്നുമില്ല, പക്ഷെ ടിവിയും ഗെയിമായിട്ടുള്ള സിറ്റുവേഷനിൽ ഇടപെടാമേ പോരുത്. വാറൊക്കെ അടിച്ചോ, അതല്ലാതെ ഒരു സംസാരത്തിനും പോരുത്. നമ്മുടെ സ്റ്റാൻഡ് നമ്മൾ നിൽക്കണം. നമ്മൾ വന്ന കാര്യമാണ് TV. അപ്പം നമുക്ക് സർക്കാർ ഉള്ളതുപോലെ പറഞ്ഞു, TV ആയിട്ട് ഫോണെ അടിക്കാൻ സിറ്റുവേഷൻ ഒന്നും പോരുത്. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്കറിയാവുന്നവരാണ്, ആ രീതിയിൽ നിൽക്കാറില്ലാതെ അവന്മാരുടെ മനസ്സിലായി അങ്ങനത്തെ കൊണ അടിച്ചെന്നും പറഞ്ഞ് തിരിച്ചു പറയരുത്. കൺട്രോൾ കാണാൻ എല്ലാത്തിനും. പിന്നെ അങ്ങനെ ഉപദേശിച്ചു കുറച്ചല്ല, അതൊന്നും പറഞ്ഞില്ല. സീനൊന്നും ഇല്ല ആർക്കും. ഫ്ലഫി കയറുന്നത് ഈഗിൾ ബ്രോന്റെ അടുത്ത് പോയി. ഞാൻ കയറുന്ന ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കേറുന്നില്ല എന്ന് വിചാരിച്ച, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഫ്ലഫി കയറുന്നു, ഞാൻ ഇല്ലാതെ കയറത്തില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ കേറുന്നതാ. അവ ഇല്ലാന്ന് പറഞ്ഞതാടാ. അവനെല്ലാരും നിർബന്ധിച്ച് കേട്ടിച്ചതാടാ. അവന് എവിടെയും കയറണമെന്ന് ആഗ്രഹമില്ല, അവന്റെ കാര്യം നോക്കി പോയോണ്ടിരുന്ന പിള്ളേർക്ക് വേണ്ടിട്ട് കയറിയതാ, ഫ്ലഫിക്ക് വേണ്ടിയിട്ടാ അവൻ കയറിയത്. അവൻ ആ പ്ലേ ചെയ്യടാ ബാക്കി ഇന്ന് എവിടെന്നെങ്കിലും പ്ലേ ചെയ്യണോ എനിക്കറിയോ. മറ്റേതാണ് ഇതിലൊന്നേതല്ലേ? ശരിയാണ്. അല്ലാതെ അവന്മാരുടെ മനസ്സിലായി അങ്ങനത്തെ പറഞ്ഞ് തിരിച്ചു പറയരുത്. കൺട്രോൾ കാണാൻ എല്ലാത്തിനും. പിന്നെ ആരെ വിശ്വസിക്കണം എന്നൊക്കെ അറിയാലോ. അങ്ങനെ ഉപദേശിച്ചു കുറച്ചല്ല, അതൊന്നും പറഞ്ഞില്ല. സീനൊന്നും ഇല്ല ആർക്കും.
പിന്നെ ഫ്ലഫി കയറുന്നത് ഈഗിൾ ബ്രോന്റെ അടുത്ത് പോയി. ഞാൻ കയറുന്ന ആരും അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കയറുന്നില്ല എന്ന് വിചാരിച്ച, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഫ്ലഫി പറഞ്ഞു ഞാനില്ലാതെ കയറത്തില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ കയറുന്നതാ, ഒരു പേരിന് വേണ്ടി കയറുന്നതാ. ഫ്ലഫിക്ക് ഞാൻ ഇല്ലാതെ കയറത്തില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് ആയപ്പോ അങ്ങനെ കയറുന്നത്. പേരിന് അങ്ങനെ വേണ്ടി കയറി പേരിന് വേണ്ടി കേറുന്നവനായിരുന്നു കേട്ടോ. ആലോചിക്കണം. കുറച്ചു മുമ്പ് അവന്റെ ലൈവില് മാസായിരുന്നു. ആണടാ MRC നിങ്ങൾ തിരിച്ചു നോക്കിയത് മാസടി കാണുന്നു. MRCക്ക് വേണ്ടി ഞാൻ കയറണം. എന്താ ഇപ്പൊ എന്താ കുഴപ്പം എന്താ? അവൻ പേരിന് വേണ്ടി കേറിയ ഒരു പയ്യ. ഇത് ഇനി വോയിസ് AI എന്നൊക്കെ പറഞ്ഞ് എന്റെ പൊന്നു ബ്രോ പ്ലീസ് ഞാൻ നമിച്ചു. അവന്റെ അതേ രീതിയിലൊന്നും AI വെച്ച് ചെയ്യാൻ പറ്റൂല. ബേസിക് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഓക്കെ, വെരി ഡേഞ്ചറസ്. ഇവരെ കൂട്ടത്തിലുള്ളവരൊക്കെ AI വെച്ച് ഇങ്ങനെ ആക്കുന്ന ആൾക്കാരാണ്. AI വെച്ച് ആൾക്കുന്ന ആൾക്കാരായിരിക്കാം, പക്ഷെ ഇത് AI അല്ല ഗൈസ്. ഇത് അങ്ങനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എനിക്ക് അങ്ങനെ ഒരുപാട് പ്രൂവ് ചെയ്യണമെന്നല്ല, ഞാൻ ഇത് പ്രൂവ് ചെയ്യാൻ വന്നതല്ല. ഞാൻ ഇത് എന്തുകൊണ്ടാ പറയണേന്ന് അറിയോ? ഇതിന്റെ സ്റ്റാർട്ടിങ് അവര് തന്നെയാണ് തുടങ്ങിയത്. നമ്മളെ രണ്ടുപേരും ഇതിൽ വെറുതെ ഡ്രാഗ് ചെയ്തു. ഞാൻ അല്ലല്ല കാരണം ഇത് സ്റ്റാർട്ടിങ് തുടങ്ങിയത് ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് ദിഗോഡിനെ നോക്കിയായിരുന്നു. മറ്റേ MRC വാറിലെ പൊട്ടിത്തെറിച്ച് ചത്തില്ലേ, അതിന്റെ പേരിൽ അവന് ചെറിയ രീതിയിൽ അവന് കൊണ്ടിട്ടുണ്ട്. അതാണ് അവന്റെ വിഷമം, അതാണ്. മനസ്സിലായല്ലോ, വേറെ ഒന്നുമല്ല. ഞാൻ ഇവന്മാരെ രണ്ടുപേരെ, എനിക്ക് ബാക്കി ഡയോസിൽ നിന്ന് എല്ലായിടത്തും ഞാൻ സംസാരിക്കും. ഇവന്മാരെ രണ്ടിടത്തും ഞാൻ സംസാരിക്കത്തില്ല, റിയൽ ലൈഫിൽ ഞാൻ സംസാരിക്കാറില്ല. അതുകൊണ്ട് ഇവന്മാരെ മൈൻഡ് പോലും ഞാൻ ചെയ്യാറില്ല. ഞാൻ ഇവന്മാരെ ആരെയും ദ്രോഹിക്കാൻ ഒന്നിനും പോയിട്ടില്ല. പക്ഷെ ഇവന്റെ പേര് ഇവൻ വലിച്ചെടുത്ത് ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ശോകമായി. പിന്നെ ഞാനത് വിട്ടതാ. പക്ഷെ ഇറ്റാച്ചി അത് റിയാക്ട് ചെയ്ത് ലൈവിൽ പറഞ്ഞു. അത് മുതലാണ് ഇത് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഇത്, അതായത് ഇവരെ രണ്ടുപേരെ പേര് വെച്ച് പറഞ്ഞു തുടങ്ങുന്നത് അതിന് ശേഷമാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് പൊളിയെന്ന് പറഞ്ഞാൽ ഗൈസ്, ഈ PC-യുടെ കേസിൽ ഞാനാണ് ഏറ്റവും കൂടുതൽ നിന്നിട്ടുള്ളത്. അപ്പൊ എനിക്കത് ഏറ്റവും കൂടുതൽ കൊള്ളും. അത് എൻ്റെ അടുത്ത് അവൻ വന്ന് പറഞ്ഞു, മനസ്സിലായി? കാരണം അവൻ എൻ്റെ അടുത്ത് വന്ന് പറയാൻ കാരണം, അവൻ ഈ ഡയലോഗ് അടിച്ചപ്പോൾ ഇവന് ആ PC തിരിച്ചു കൊടുക്കണമെന്നുണ്ട്. ഒന്നല്ലെങ്കിൽ പൈസ രീതിയിൽ, അല്ലെങ്കിൽ ഇവൻ ലൈക്ക് എന്താണെന്ന് വെച്ചാൽ മൊത്തം PC-യോടെ. അപ്പം ഇവൻ മൈൻഡ് വെച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് അയച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറഞ്ഞു. അണ്ണ ഇങ്ങനെയാണ് അണ്ണ കാര്യം. അവൻ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അണ്ണ ഇതിൽ എത്രയൊക്കെ ഫണ്ട് ഇട്ടിട്ടുണ്ട് അണ്ണ, അത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. അല്ലാതെ ഓക്സി വന്ന് മറ്റേ അവിടെ നടക്കുന്ന കാര്യം ഇവിടെ വന്ന് പറഞ്ഞതല്ല. അവൻ ഈ ഒരു ബേസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് തോന്നിയതാണ്. ഇതേ സെയിം ഡയലോഗ് ഡയോസിൽ ഇരുന്നപ്പം ഫ്ലഫി അളിയൻ അടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്, മനസ്സിലായി? അതേ സെയിം സാധനം തന്നെയാണ് ഇവന്റെ അടുത്തും അടിച്ചേക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ശോകം തോന്നിയിട്ടാണ് ഞാനാണ് ഇവിടെ ചെന്ന് പറയുന്നത്, മനസ്സിലായി? അതുകൊണ്ടാണ് ഇവിടെ ലൈവിലും കാര്യങ്ങളും പറഞ്ഞത് എടുത്തു വെച്ചിട്ട്. ഓക്കെ, അതാണ് സംഭവം. ഇവന് പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇവൻ വന്നിരുന്ന് ഓക്സി വന്നിരുന്ന് അവിടെ നടന്ന് ഫ്രണ്ട്സിന്റെ ഇടയിൽ നടക്കുന്ന കാര്യം നമ്മുടെ അടുത്ത് ഷെയർ ചെയ്ത് നമ്മൾ അവന് നല്ല പിള്ള ചമയാൻ വേണ്ടിയിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല. ഇതാണ് അതിന്റെ ബേസ്, മനസ്സിലായി? ഇതാണ് സംഭവം. വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പയ്യൻ ഷെയ്ക്കിന്റെ ലൈവ് ഇരുന്നു നല്ല അടിപൊളി നല്ല കിടിലൻ സൗണ്ടില് നല്ല റേസ് ആയിട്ട് ഇവ മറ്റേ ഭീഷണിയായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ അത് നേരെ ഇന്നിപ്പൊ അവന്റെ ലൈവിൽ വന്ന് അവൻ പറയണത് ഗുലാനൊക്കെ എന്തിനാ വന്ന് പഞ്ചപാവോട്ടായവൻ. അവന്റെ അതേ ടോണിലാണ് ഞാനിപ്പോ സംസാരിക്കണ. പഞ്ചപാവടാളി അവൻ. അവൻ വിചാരിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ഗുലാം വന്നിട്ടുണ്ടാവുന്നു. പക്ഷെ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ഗുലാം എന്നല്ല, എല്ലാരും വരും. ഇപ്പോഴേ പറയാം, വെറുതെ ഇതില് നമ്മളെല്ലാരെയും വലിച്ചിടല്ലേ. കാരണം എന്താണെന്ന് അറിയാം, ഞാൻ അന്നേ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഗൈസ്, ഇത് ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോരുത്തരായിട്ട് വരും, മനസ്സിലായോ? ഓരോരുത്തരായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓരോ കാര്യങ്ങൾ, മനസ്സിലായ? വന്ന് ലാസ്റ്റ് ഇത് അവന് തന്നെ പ്രശ്നമുള്ളൂ. ദിഗോടെ തെറി വിളിക്കുന്നടാ, അവന് കൊണ്ടടാ. അവന് നമ്മളിപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട്. അയ്യോ പാവ, അവൻ എങ്ങനെ തെറി വിളിക്കാൻ തോന്നുന്നു? വിഷമം വന്നോടാ കുട്ട ദിഗോടെ, കാണൂടാ, വിഷമം കാണും. നടന്നില്ലല്ലോ നിന്റെ ലൈവ് തുടങ്ങിയതും അവസാനിക്കുന്നതും ഇപ്പൊ എങ്ങനെയാണ് ഇപ്പം? പാവം, അതുകൊണ്ട് വിഷമം കാണും. തെറി വിളിക്കട്ടോ, അവൻ മനസ്സറിഞ്ഞ് തെറി ഒരു തെറ്റേ ചെയ്തോളൂ. അവൻ MRC കേറാൻ നോക്കിയപ്പോ അത് മാത്രമേ ചെയ്തോളൂ. അത് തെറ്റല്ലേ, അത് തെറ്റേ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് തെറ്റേ അല്ല. എടാ അവന് ഒരു കാര്യം ഞാൻ ഇപ്പോഴും പറയാം നിങ്ങളുടെ അടുത്ത്, ഇവന്മാരൊന്നും വേണ്ട ഈ പ്രശ്നം എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ. അതായത് ഈ പറയണ ഇപ്പോൾ ഉള്ള ഇഷ്യൂ പോലും വേണ്ട. ഇതൊക്കെ ഇതിന് നേരത്തെ വിളിച്ച് പറയാൻ. ഇത് വിളിച്ച് പറയാത്തത് ഞങ്ങൾക്ക് ഇത് ഗൈസ്, നിങ്ങൾ വിചാരിക്കണ പോലെ ഇത് ഇവര് തീരുന്നൊരു ഇഷ്യൂ അല്ല ഇത്. ഇതിനകത്ത് വേറെ കുറെ പ്രശ്നങ്ങളും വേറെ കുറെ ഇഷ്യൂസും ഉണ്ട്. ഓരോന്ന് പറഞ്ഞു വന്ന് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്രയും ഒരു വർഷമായിട്ടും അത് വേണ്ടാന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരിക്കുക. ഇപ്പൊ പോലും ഇവരോട് സംസാരിക്കാൻ നേരം ഞാൻ വേറെ ഒരു കാര്യങ്ങളും പറയരുത് എന്ന്
ഞാൻ ഗ്യാരണ്ടി വാങ്ങിച്ചതിന് ശേഷമാണ് ഇവന്മാരോട് ഈ ലൈവ് ഇടാൻ പോലും ഞാൻ പറഞ്ഞത്. ഗൈസ് നമ്മുടെ വായിന്ന് അതായത് ഇങ്ങനെ ചുമ്മാ ഒന്നും വരുത്തില്ല. ഓക്കെ, ഇത്രയും അല്ല പറഞ്ഞിട്ട് എനിക്കറിയാം, എനിക്ക് നല്ലതുപോലെ അറിയാം ഇവരുടെ വായിന്ന് ഇതൊന്നും അല്ല ഇവർക്ക് കേൾക്കേണ്ട. ഇവർക്ക് കേൾക്കേണ്ടത് ഇതൊന്നും അല്ല. സത്യമായിട്ട് ഞാൻ പറയാണ്, ഈ ഇതിനകത്തൊന്നും വന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവന്മാർക്ക് ഇവരുടെ വായിന്ന് കേൾക്കേണ്ടത് ഇതല്ല. ഈ മാറ്ററിനെ പറ്റി അല്ല അവർക്ക് കേൾക്കേണ്ട. വേറെ കേൾക്കേണ്ട മാറ്റർ വേറെയാ. അതെന്തുവാന്ന് തലച്ചോറുള്ള ബുദ്ധിയുള്ള ചോറെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാ ഗൈസ്? അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. നമ്മളെ ആണെങ്കിലും ഇവന്മാരെ ആണെങ്കിലും ട്രിഗർ ആക്കി അതിലേക്ക് എത്തിക്കുക, അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക. ഇനി വേറൊരു കേസ് കൂടെ ഉണ്ട്, ഈ റെക്കോർഡിന്റെ കേസ്. അവൻ പറഞ്ഞായിരുന്നു അവൻ ഇങ്ങനെ കിടന്ന് കരയണതും പിന്നെ ഫ്ലഫിനെ കുറിച്ച് എന്തൊക്കെയോ പറയണതിന്റെ റെക്കോർഡ് ഇവന്റെ കയ്യിൽ കാണത്തുള്ളൂ എന്ന്. അല്ല ഗൈസ്, ഞാൻ ഇപ്പോഴേ പറയാം, അത് അവനറിയാം, അവൻ ആ റെക്കോർഡ് ഉണ്ടെന്ന്. ഞാനത് അങ്ങനെ എടുത്തു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് അപ്പം മനസ്സിലായി ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന്. ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറയാം. എനിക്ക് ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തോന്നും. എന്താണെന്നറിയോടാ, ഇതെനിക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ എപ്പോഴേലും ഇത് സംഭവം ആവശ്യം വരുമെന്ന് എനിക്ക് എന്തോ എൻ്റെ മനസ്സിങ്ങനെ പറയും. കാരണം ഉണ്ടല്ലോ, ഈ കാട്ടവരാതം എന്ന് പറഞ്ഞൊരു സംഭവം എന്നേലും ഒരു ദിവസം വരുമെന്ന് എനിക്കറിയാം. കാരണം ഇവന്മാരൊക്കെ ഒരു ദിവസം ഓപ്പോസിറ്റിൽ വരുമ്പോൾ ഉണ്ടല്ലോ, ഇവന്മാർക്ക് വായിലടിച്ച് കൊടുക്കേണ്ടത് എന്തേലും എനിക്ക് വേണം, മനസ്സിലായേ? അതിനു വേണ്ടി നോക്കിയിരുന്ന് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തു. നീ പറഞ്ഞ സാധനം എനിക്ക് ഒറ്റ അടിച്ചിട്ടുള്ളൂ. അതാണ് ലാസ്റ്റ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചത്. സത്യം പറയാലോ. അല്ലെങ്കിൽ അതിനു മുമ്പ് ഇവൻ ഈ വിളിച്ച് ഓരോ രാത്രി വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണ്ടായിരുന്നു. സത്യമായിട്ട് അത് മണ്ടത്തരമായി പോയി. നീ ഇത് വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവ റെക്കോർഡ് ചെയ്തേക്കുന്ന OBS-നകത്ത്, അതായത് ഫോൺ മറ്റേ കണക്ടർ വെച്ച് ഇതിനകത്ത് കുത്തിയിട്ട് വാട്സപ്പ് കോൾ വിളിച്ചേക്കുന്ന OBS ത്രൂവാ. എന്നിട്ട് അതാണ് റെക്കോർഡ് ചെയ്തേക്കുന്നത്. സോ അപ്പം മനസ്സിലാക്കി നോക്ക്. ഞാൻ റെക്കോർഡ് ചെയ്തതിന്റെ വോയിസ് ക്ലിയർ അല്ലാത്തത് എന്താന്ന് വെച്ചാൽ, എന്റെ മറ്റേ ഫോണിൽ ഞാൻ ഇവൻ വിളിച്ചപ്പോൾ എനിക്ക് സംസാരം സസ് തോന്നിയപ്പോൾ തൊട്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്തത്. ഇവൻ അങ്ങനല്ല, ഇവ ഫോൺ OBS-നകത്ത് കണക്ട് ചെയ്ത് ഇതാക്കി കോൾ വിളിച്ചു തുടങ്ങിയത്. ഉള്ളതുപോലെ പറയാം, വാസുണ്ണനൊന്നും കുരുട്ടൂതി എന്ന് പറഞ്ഞ സാധനമില്ല. പക്ഷെ എനിക്കുണ്ടല്ലോ, ഞാൻ കുരുട്ടന്മാരുടെ കൂടെ കേറി കുരുട്ടൂതി പഠിച്ച്, മനസ്സിലായ? എനിക്ക് ഇവന്മാരുടെ എല്ലാ കുരുട്ടൂതി അറിയാം. അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യും. അതേപോലെ ഇനി ഞാൻ അതായത് പറയാണ്, അവന്റെ ഒരു റെക്കോർഡ് അന്നാണ് അവൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ റെക്കോർഡ്, അടുത്തൊരു റെക്കോർഡ്, അതായത് ഞാൻ എവിടെയും പുറത്തൊന്നും വിടത്തൊന്നുമില്ല. അൺലെസ് ഇത് എന്താ പറയുക, ഈ പറഞ്ഞ പോലെ വേഴ്സ് ആവുകയാണെങ്കിൽ ഇതിനൊരു എൻ ഗെയിം ആയിട്ടുള്ള റെക്കോർഡുണ്ട്. ആ എൻ ഗെയിം റെക്കോർഡും ഇതെല്ലാം വെച്ചിട്ട് ഒറ്റ അടിക്ക് അങ്ങ് ഇട്ടിട്ട് ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കാൻ റെഡി ചെയ്യണം. പക്ഷെ ഇതെന്താ ചെയ്യാത്തതെന്ന് അറിയോടാ? കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ MRC ആൾക്കാരുണ്ടല്ലോ, ഇവന്മാരുടെ വായിന്ന് തന്നെ വീണിട്ടുണ്ട്. ആലോചിക്കണം, ഇവന്മാരുടെ വായിന്ന് തന്നെ വീണിട്ടുണ്ട് മറ്റു കുണ്ണ കേങ്ങ എന്നുള്ളത്. എന്നിട്ട് ഇവർ ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനത്തെ രീതിയിൽ, മനസ്സിലായ? അപ്പൊ അങ്ങനത്തെ ഒക്കെ റെക്കോർഡുള്ള സ്ഥിതിക്ക് ഞാൻ അത് എന്താ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്മാരെന്തിനു വെറുതെ നമ്മൾ ഇതാക്കണത്? അവന്മാരുടെ കാര്യം നോക്കി പോട്ടെ. അതുകൊണ്ടാണ്, മനസ്സിലായ? വേറൊന്നുമല്ല. ഇതിന്റെ ഇടയിൽ കളിക്കാൻ നിന്ന ജോഷുവ, വിപ്സി, പിന്നെ വേറൊരു നായുണ്ട് കേട്ടോ, അവന്റെ പേരെന്തായിരുന്നു? ബ്ലേക്ക്. ഈ പൂർവ്വനെ എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത്തെ കാര്യം, ഇവൻ എവിടുന്ന് വന്ന പോലും അറിഞ്ഞൂടെ. ടെലിപ്പോർട്ട് അടിച്ച് വന്നതാണ് ഇവൻ വന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു. വാസുണ്ണനെ പറയുന്നത്, വാസുണ്ണനെ പറയും, ഇവൻ ആരെ? എനിക്ക് ഇവന്റെ പാസ്റ്റ് എന്താണ്? ഇവൻ ഏത് ഗാങ്ങിന്നാ വന്നത്? HF കൈയോട്ടാൻ പിടിച്ചിരുത്തിരിക്കുന്ന ആരാണ്ടാ അത്? നീ കാര്യമൊക്കെ അല്ല, ഇത് HF ആണോ? HF ആണെങ്കിൽ ഓക്കെ പറയാ, ഇവനൊരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ അവൻ അതും അത് മനസ്സിലായ, അവന് പണ്ട് കിട്ടിയ അടിയുടെ കണക്കാണ് ഇപ്പൊ അവൻ ചെയ്യണത്, മനസ്സിലായ? അല്ലാണ്ട് വേറൊന്നുമല്ല. പക്ഷെ എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ളത്, ജോഷുവ, വിപ്സി, ബ്ലേക്കിന്റെ കാര്യം പോട്ടെ, ഒരു വാണമാണ്. പക്ഷെ ജോഷുവ, വിപ്സി ഇപ്പോഴേ പറയാം, അതായത് നീ നമ്മുടെ സൈഡ് കേൾക്കാണ്ടോ അല്ലെങ്കിൽ അവരുടെ സൈഡ് മാത്രം കേട്ടിട്ടോ, എനിക്ക് പറ്റിയ തെറ്റതാണ്. ഞാൻ വാസുണ്ണന്റെ സൈഡ് കേൾക്കാതൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇപ്പോഴേ പറയാം, നീ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് ചെന്നിട്ട് അവിടെ നിന്ന് കുണയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. അതായത് ഇതിൽ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളിപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൂടിപ്പോയത് നിങ്ങൾ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതായത് ഇറങ്ങിയ ടൈമിൽ TV-യിൽ കുറച്ച് പ്ലേയേഴ്സിനെ അവരായിച്ചെന്നുള്ളത് ഇതല്ലാണ്ട് വേറെ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് കിട്ടാമുള്ളൂ. കാരണം എന്താ പറയുക, ഞാൻ അവരാധിക്കല്ല ചെയ്തത്, ഞാൻ എൻ്റെ വിഷമമാണ് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം. അപ്പം നേരെ പോകുന്നതാണ് എൻ്റെ മൈൻഡ്. ഞാൻ അതായത് ഇവരെ ഒന്നും മനസ്സുകൊണ്ട് പോലും വെറുത്തിട്ടില്ല. ആര്? ജോഷുവേനെയും ഈ പറഞ്ഞ പോലെ വിപ്സിനെയും. ഒന്നാമത്തെ കാര്യം, വിപ്സിനെ ഒന്നും പേഴ്സണലി അറിയത്തുമില്ല. അതേപോലെ എന്താ പറയുക, ഇവനായിട്ട് ഞാൻ അങ്ങനെ അധികം മിണ്ടാറില്ല. PUBG-യുടെ കേസ് അല്ലാണ്ട് വേറൊന്നുമില്ല. ഇപ്പം ഇവൻ ഇതിൽ എന്താ റോളെന്ന് എനിക്ക് ഇപ്പോഴും കത്തിയിട്ടില്ല. പിന്നീടാണ് മനസ്സിലായത്, അതായത് ഇവന്മാരെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്.
ഇപ്പൊ അവന്മാര് പറയുന്നതല്ലേ ഇപ്പൊ ഇവർക്ക് കേട്ട അറിവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാലടാ, RC7 എന്ന് പറഞ്ഞ ഗ്യാങ്ങെ ഭരിക്കണത് ഈ രണ്ടെണ്ണ ഫ്ലഫിയും ദിഗോഡും. അത് അവരുടെ പേഴ്സണൽ കാര്യം. എന്നാൽ പോലും ഇവന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊള്ളുന്നത് ബാക്കിയുള്ളവന്മാർക്കാ. ബാക്കിയുള്ളവന്മാർ ഈ സീനിലില്ല. അതുകൊണ്ട് പറയണത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. അതിൽ കുറെ പേര് അവരുടെ കാര്യം നോക്കി തന്നെ ഇരിക്കണത്. അതേപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയിരിക്കുക. ഇവന്മാർക്ക് കിട്ടുന്നത് കൂടെ നിങ്ങൾ വാങ്ങിച്ച് വെക്കാണ്ടിരിക്കുക. കാരണം അവര് വാങ്ങേണ്ടത് അവര് ഡിസർവിങ് ചെയ്തുകൊണ്ട് വാങ്ങണം. മനസ്സിലായ? ഇത് ഞാൻ തുടക്കം ഇട്ടതല്ല. ഒരാളൊന്നും പറയുന്നതല്ലല്ലോ. തുടക്കം ഞാനല്ല ഇട്ടത്. തുടക്കം ഇട്ടത് ഫ്ലഫിയാണ്. നമ്മുടെ ഈ വ്യൂസിന്റെ കണക്കും പറഞ്ഞ് നമ്മുടെ ഇത് എടാ എനിക്കൊക്കെ 200 വ്യൂസ് അല്ലെങ്കിൽ 150 വ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ TV-യിലെടാ, ഞാൻ ഹാപ്പിയാടാ. എനിക്ക് അതിന്റെ അപ്പുറത്ത് വേണ്ട ഒന്നും. എടേ എന്നാടാ ഈ വ്യൂസിന്റെ കണക്ക് വന്നു തുടങ്ങിയത് ഫ്ലഫി? നിനക്ക് നീ എത്ര വട്ടം ലൈവ് ഇട്ടിട്ടുണ്ട് ഫ്ലഫി ഈ വ്യൂസിന്റെ കണക്ക് പറയാൻ? പോട്ടെ ദിഗോഡ്, നിങ്ങളൊക്കെ എത്ര വട്ടം ലൈവ് ഇട്ടിട്ടുണ്ട്? നിങ്ങൾ ഈ MRC കയറി കിക്കിന്റെ ഇത് വന്നപ്പോൾ തൊട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് നിങ്ങളുടെ ലൈവ് വരെ കാണുന്നത്. നിങ്ങളൊക്കെ ലൈവ് വരുന്നുണ്ടെന്ന് അറിയണത് തന്നെ അപ്പോഴാണ്. അതിന് മുന്നേ നീ ഒന്നും ലൈവ് പോലും ഇട്ടിട്ടില്ല. എടാ ഞാൻ സ്ട്രീം ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുറെ നാളായിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. എനിക്ക് അതായത് കോമ്പറ്റീറ്റീവ് ഗെയിംസും ബാക്കിയുള്ള ഗെയിംസൊക്കെ സ്ട്രീം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എനിക്ക് അത്രേ ഉള്ളൂ. നാളെ ഇത് പോയാലും എനിക്ക് കഞ്ഞി പിടിച്ച് പോകാനും എനിക്ക് ഇത് ജീവിക്കാനുള്ള എല്ലാ മാർഗവും ഉണ്ട്. അപ്പോൾ ഈ സ്ട്രീമിൽ വ്യൂസ് ഇല്ല മറ്റേതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോർത്ത് വരില്ലേ? കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതല്ല ഇത്. ഈ പറഞ്ഞ ഗെയിം ഉണ്ടല്ലോ, RP ഉണ്ടല്ലോ, ഈ ഗെയിമൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ പോവും. മനസ്സിലായ? അപ്പോൾ ശ്രദ്ധിച്ച് അതായത് സ്വന്തം കാര്യം നോക്കി ഹാപ്പി ആയിട്ട് പോവുക. ഞാനായിട്ട് അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരത്തില്ല. ഞാൻ ഊക്കും. അതിപ്പോൾ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ചെറിയൊരു ഊക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഹാപ്പിനെസ്, അവർക്കൊരു ഡിപ്രഷൻ. മനസ്സിലായ? അത് നമ്മൾ സ്ഥിരം അത് പണ്ടൊട്ടുള്ളതാണ്. അത് ദിഗോടെ നീ എന്താ ഊക്കാണ്ടിരുന്നിട്ടുണ്ടാ? നീ ഗാങ്സിനെ അടിച്ചിട്ട് നീ ഇരുന്ന് ഊക്കിയിട്ടുണ്ടല്ലോ ദിഗോടെ. ഇതൊക്കെ കോമൺ കാര്യങ്ങളാളിയാ. ഇതിന് വേണ്ടിട്ട് നീ ഇങ്ങനെ കിടന്നിട്ട് ഇതിന് നീ ഇത്ര ഈഗോ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ശരിയെന്ന് കൂടെ? നീയാണ് പൊട്ടിത്തെറിച്ച് ചത്തത്. ഞാൻ നിന്നെ പോയി ഇടിച്ചു തെറിപ്പിച്ചതൊന്നുമല്ലല്ലോ. അപ്പൊ അതൊക്കെ ചിലപ്പോ ഊക്കൊക്കെ കിട്ടിയെന്ന് വരും. മനസ്സിലായ? പിന്നെ നിന്റെ കയ്യിലിരിപ്പ് അത്രയും വെടുപ്പൊന്നുമല്ലല്ലോ. അതുകൊണ്ട് നീ കേൾക്കേണ്ട വരും. മനസ്സിലാക്കി? നീ വലിയ മാന്യനായിരുന്നെങ്കിൽ ഓക്കെ ശരി ഗൈസ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പോയേനെ. പക്ഷെ നീ മാന്യനല്ല. അല്ല അത് എനിക്കല്ല. ആരൊക്കെ വന്ന് പറയണ മാന്യനല്ലെന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചപ്പോ ആരെങ്കിലും ഒക്കെ വെറുതെ വിളിച്ച് ഇതാക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഈ സംസാരം ഇവിടെ നിൽക്കൂല. ഇങ്ങ് പോവോ അങ്ങ് വെറുതെ എന്തിനാണ്? വെറുതെ ഇരുന്ന ഗുലാനെ വരെ വിളിച്ചോണ്ട് വരേണ്ട അവസ്ഥയായി. ഇവരെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവ ഇങ്ങനെ താളം വിടാൻ വേണ്ടി എന്തൊരു ആദ്യത്തെ താളം കേട്ട് കഴിഞ്ഞാൽ നമ്മളെന്തോ അപരാധിച്ച കണക്കാണ് അവന്റെ എനിക്ക് താളം. അന്ന് ഓർമ്മ ഉണ്ടോ സംസാരിക്കാൻ വിളിക്കുന്ന ടൈമില് ആണോ ഞാൻ MRC കയറണമെന്നൊന്നും ആഗ്രഹിച്ചില്ല, ഞാൻ അങ്ങനെയൊന്നും ആഗ്രഹിക്കില്ല. അത് പറഞ്ഞപ്പോഴാ ഈ സംഭവം ഉണ്ടല്ലോ. ഇവൻ എന്റെ അടുത്ത് ചൊറുക്ക് വരാൻ വേറൊരു കാര്യമുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് എല്ലാവരും VC വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കണം. ഡയോസിന്റെ അകത്ത് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുക. ഡയോസ് പൂട്ടിപ്പോയി. എല്ലാവരും ഈ MRCയുടെ പേര് പറഞ്ഞ് മുട്ടനടി. കാരണം ഞാനൊരു ആണ്ടനും വരുന്നില്ല, ഇവന്മാരൊക്കെ ആണെങ്കിൽ കയറുന്നതാണ്. മനസ്സിലായി? ഇവർക്ക് കയറണം, എനിക്ക് കയറണ്ട. അപ്പൊ ഈ ഒരു അടി വന്നപ്പോ ഉണ്ടല്ല ദിഗോട് ഉണ്ടാണ്ടിരിക്കുകയായിരുന്നു. സരക്കണ്ണനുണ്ട്, ഞാനുണ്ട്, രാണ്ടനുണ്ട്, ഇവരെല്ലാരും ഉണ്ട്. ഞാൻ ദിഗോടിന്റെ അടുത്ത് പറഞ്ഞു, ദിഗോട നിന്റെ സ്കീം എന്താ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു എന്ത് സ്കീം? ഞാൻ പറഞ്ഞു നീ ഈ കാട്ടണ മൊത്തം മറ്റേ MRC കയറാനല്ലെന്ന് ചോദിച്ചു. പറഞ്ഞു അയ്യോ ഞാനങ്ങനെയൊന്നുമില്ലോ, എനിക്കൊന്നും MRC കയറണ്ട, നിങ്ങളൊക്കെ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം, അങ്ങനത്തെ രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവൻ മറ്റേ വലിയ മാനം കളിച്ചു. നിങ്ങളൊക്കെ അങ്ങനെയാണോ എന്നെ വിചാരിച്ചു വെച്ചിരിക്കണേന്ന് പറഞ്ഞ് ഭയങ്കര മറ്റേ ഇമോഷണലി മറ്റേ നമ്മളങ്ങോട്ട്. അപ്പൊ ഞാൻ ഒരു നിമിഷം ഞാൻ വിചാരിച്ചു അയ്യോ അളിയ ഞാനാണോ ഇനി തെറ്റിദ്ധരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോ പയ്യെ MRC കയറി. ഞാനൊക്കെ TV കയറിയ ടൈമിലാണ് ശേഷമാണല്ലോ MRC കയറുന്നത്. ഇതെന്താ അത് എന്താ? അപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലാവണത് ഇവന്മാർ ഈ പറഞ്ഞ പോലെ MRC കയറാനുള്ള പ്ലാൻ ആയിരുന്നെന്ന്. അത്രയും കാലം എനിക്കൊരു എന്താ പറയാ ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഒരു ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അളിയ ഇവന്മാർ പ്ലാനിങ് ആണോ അല്ലയോ എന്നുള്ളത്. രാണൻ അറിയായിരുന്നു ഇത് പ്ലാനിങ് ആയിരുന്നെന്ന്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവന്മാർ കയറിയപ്പോഴാണ് ഇത് ഉറപ്പായത് ഇവന്മാരുടെ പ്ലാനിങ് ആയിരുന്നെന്ന്. എടാ നിങ്ങൾ ഞാനത് അന്നേ ഞാൻ പറയുന്നുണ്ടായിരുന്നു മൊത്തം പ്ലാനിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ പൊളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാര് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് മനസ്സിലാവും വിത്ത് ഓൾവേസ് അണ്ണനൊപ്പം എന്നൊക്കെ പറഞ്ഞ സ്റ്റോറിയൊക്കെ ഇട്ട് അത് സംഭവം രാണനെ കൊള്ളിക്കാനാണ്. ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. രാണന് ഇവന്മാരെ കണ്ണെടുത്തത് ഇവന്മാർക്ക് രാണനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ.
കാരണം ഇത്രേ ഉള്ളൂ. എന്തിനാണ് ഇവന്മാര് ചെയ്തത് സത്യമാണെന്ന് ഇവന്മാര് പുറത്തറിഞ്ഞപ്പോ അത് കണ്ടുകൂടാ, അതാണ് സംഭവം. കണ്ടുകൂടാ. ആ, അപ്പൊ എന്താ അത് പ്രശ്നം എന്ന് വെച്ച് തെളിയിച്ചപ്പോ അത് കഴിഞ്ഞാല് പ്രശ്നമായി. ആ ഒരു ചൊർക്ക് കാണിക്കാൻ വേണ്ടിട്ട് ഇവന്മാർ എന്ത് ചെയ്തു, സ്റ്റോറി ഇട്ട് എൻഡിങ് 5 years of RP, ഇനി ഞാൻ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് സരക്കണ്ണം പറയുമ്പോൾ മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ സ്റ്റോറി ഇട്ടിട്ട് പോയത്. ആ ദിഗോഡും ഫ്ലഫി കുറച്ച് കഴിഞ്ഞപ്പോ ഇവന്മാര് കേറിയടാ അങ്ങോട്ട് MRCയിലേക്ക്. നമ്മളൊക്കെ ഷോക്കായിപ്പോയി അങ്ങോട്ട്. ഈ സ്റ്റോറിക്ക് ഒരു വിലയില്ലാണ്ടായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാല്. എന്തൊക്കെ കഷ്ടം. അതായത് അത്രയും കൊല്ലം കൊണ്ട് അവൻ ഇതിന് കളിച്ചതാണ്. പറയാനൊന്നും എന്നിട്ട് അറിയടാ. എടാ അവന്റെ 5 years of RP, എടാ അവന്റെ ഗെയിം പ്ലേ ഷിറ്റാണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലടാ. അവൻ നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എന്തേലും ആയിക്കോട്ടെ, അവന്റെ ഈ ഈഗോ കാരണം അതായത് ഇവിടെ വരെ എത്തിയത് അത് ആലോചിച്ചാൽ മതി. ഈ പറഞ്ഞ സ്നൈപ്പ് ഉണ്ടല്ലോ, സ്നൈപ്പും ദിഗോഡെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് DC തൊട്ടല്ല TV കയറിയപ്പോഴും ഈ പറഞ്ഞ പോലെ കട്ട ചങ്സ് ആയിരുന്നു, മനസ്സിലായ? ഞാൻ സ്നൈപ്പിന്റെ അടുത്ത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേറ്റണ്ട ഇവന് TV ഇവനും അതായത് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരിടയ്ക്ക് പിന്നെ പെട്ടെന്ന് ഇവന് മൈൻഡ് മാറി, താല്പര്യമുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൂടെ കളിച്ച ഒരാളാണ്. അപ്പൊ നമ്മുടെ കൂടെ കളിച്ച ഒരാൾക്ക് നമ്മുടെ വഴിയിലേക്ക് ഇത് കയറാൻ പറ്റുകയാണെങ്കിൽ കയറട്ടെ എന്നുള്ള രീതിയിലായി. ഞാൻ അപ്പോഴും എൻ്റെ സ്റ്റാൻഡിലായിരുന്നു, കയറ്റണ്ടെന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒബ്വിയസ്ലി എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് വലുത്. അപ്പൊ ഇവിടെ ആര് വന്ന് കയറിയാലും അസൻഷ്യു വന്ന് കയറി. അസൻഷ്യുവിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു, പഴയ കാര്യങ്ങൾ എന്തെങ്കിലും ഇതാക്കിയ ഇല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആര് കയറിയാലും നമ്മൾ ഇവിടെ വെച്ച് കമ്പനി ആയതിനു ശേഷം നമ്മൾ അതായത് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാക്കി വരും. പയ്യെ ആണെങ്കിലും അത് വരും. അങ്ങനത്തെ ആ ഒരു അങ്ങനെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇത്രയും നാള്. പക്ഷെ എന്തോ ഇവൻ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഡൗൺഫോൾ തുടങ്ങിയത്. അത് ഈ ഗ്യാങ്ങിൽ നിന്നല്ല, എല്ലാ ഗ്യാങ്ങിലും. അവനും ഫ്ലഫിയും കയറി എല്ലാ ഗ്യാങ്ങും ഊമ്പി പൈസ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡയോസും TV അതിന്റെ ഇടയിൽ സ്പ്ലിറ്റായി, വേറൊരു വഴിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇപ്പോഴുള്ള ഗ്യാങ് ഡയോസ് പറഞ്ഞു. ഇപ്പോഴത്തെ ഗ്യാങ്ങിന്റെ പേരെന്ത്? MRC. തള്ളിക്കൊണ്ട് MRC കയറി അത് മൂഞ്ചി അതില് 2 സൈഡാക്കി വിട്ട് ഗൈസ്. രാജു പോയി പാവം അത് ആ വാലെല്ലാം ഇട്ട് അവിടെ പാവം ആളിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. അതിന്റെ ആള് ഇവിടെ ഇപ്പൊ ഈ ഗ്യാങ് കൺട്രോൾ ചെയ്യണത് ഇവന്മാരാന്നാണ് ഞാൻ കേട്ടത്. സോഴ്സ് ഉണ്ട്. ഞാൻ കാര്യം പറയാം ഗൈസ്, ഇതിലിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന പലവരെ പറ്റി പറഞ്ഞ കുറ്റങ്ങൾ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഇവന്മാർ ഈ ലൈവ് ഇട്ട സമയത്ത് ഞാൻ ഇട്ടും കൂടി മൊത്തം അഴിച്ചു പഴക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവന്മാർ ഇടട്ടെ, അടുത്ത ലൈവിൽ ഇതിനുള്ള റിപ്ലൈ ഇടുമ്പോ ഓരോ സാധനം ഇരുന്ന് പൊട്ടിച്ചോണ്ടേ ഇരിക്കും. റിപ്ലൈ കൊടുക്കാൻ നിൽക്കണ്ട, വലിയ താളം വിടുന്ന കൊടുത്താ പോരെ. ഇനി വലിയ താളം വിടുകയാണെങ്കിൽ അല്ല, ഇത് എന്തോന്നും ഭയങ്കര മാന്യം കളിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ ലൈവിൽ മാന്യൻ ഇതെനിക്ക് ഒത്തിരി കണ്ടിട്ടില്ല. ഇതൊരു മനുഷ്യനെ ഇല്ല. അതായത് ഗൈസ് അങ്ങനെ നമ്മൾ ഒന്നും പറഞ്ഞു അങ്ങ് പെയ്യ അങ്ങ് സംസാരിച്ചാൽ മതി, അതാകുമ്പോ പിന്നെ കുഴപ്പമില്ലല്ലോ. ഷേക്കിന്റെ ലൈവില് താളം കേൾക്കണമായിരുന്നു വന്നിരുന്ന പറഞ്ഞ ആ താളം ഈ ഇതും കൂടെ കേട്ട് നോക്കിയാണ്. ഒന്നും പറഞ്ഞില്ല, പാവം. ഇപ്പൊ തൊട്ടിൽ എണീച്ച് വന്നേ ഉള്ളൂ. അയ്യോ, ഇവൻ ഈ ലൈവിൽ ആ ഷെയ്ക്കിന്റെ ലൈവിൽ താളം അടിച്ചപ്പോണ്ടല്ലോ എനിക്ക് ആകെ കുറച്ച് സമയം വേണമായിരുന്നു. അത് ഈ വാസുണ്ണന്റെ ലൈവിൽ തന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷെ വാസുണ്ണന്റെ ലൈവിൽ ഞാൻ ചെയ്തൊരു തെറ്റ്, ഞാൻ കുറെ തെറി പറഞ്ഞു. അത് മാത്രമേ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞത് ഒരു റിഗ്രറ്റും ഇല്ല, ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ആ കുറച്ച് ടൈമിന്റെ അകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടി ഗൈസ്. ഞാൻ രാണ്ടന് കുത്തിയിരുന്ന് കുറെ കാര്യങ്ങൾ, പഴയ കേസുകൾ, ഞാൻ കുറെ കാര്യങ്ങൾ മറന്നുപോയി. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഈ കുറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറേയൊക്കെ മറന്നുപോയി. എല്ലാം പിടിച്ച് അതായത് എന്താ പറയാ, മറ്റേ ഒരു പുസ്തകം പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഓരോ ദിവസം ഇങ്ങനെ വരുമ്പോ അവന് ഈ ലൈവ് വന്നുകൊണ്ടാണ് ഞാൻ ലൈവ് ഇട്ടെ, അല്ലെങ്കിൽ ഞാൻ ലൈവ് ഇടില്ലായിരുന്നു. ഞാൻ കിടന്നുറങ്ങേണ്ടതാണ്. അവൻ ഇനി ഓരോ പ്രാവശ്യം ലൈവ് ഇട്ട് ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഞാനും ഓരോ പ്രാവശ്യം ലൈവ് ഇടും, അല്ലെങ്കിൽ രായണ്ണനാ അല്ലെങ്കിൽ ആരെങ്കിലും ഇടുന്നു. എന്നാ പിന്നെ ഓക്കെ, ഈ കുണ്ണേനെ ലൈവ് ആരും ഇടുന്നില്ല, എന്നാ ഞാനും ഇടുന്നില്ല. അല്ല, ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാരും കേട്ടിരുന്ന ഒരു ഒറ്റ എല്ലാം ഇതാക്കാൻ വന്ന ഇവിടെ നിൽക്കൂലേ. അതാണ് നല്ലത്. അല്ല ഒറ്റ അടിക്ക് ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഫി, ദിഗോഡ്, വിറ്റ്സി, ജോഷുവ, ഇനി ഇതില് ലൈവ് ഇടുമ്പോ ഞാൻ ഇപ്പോഴേ പറയാം, നിങ്ങൾക്ക് മാത്രമല്ല കിട്ടേണ്ടവർക്ക് എല്ലാവർക്കും കിട്ടും. ഞാൻ എടുത്തെല്ലാം പറയും. ഇത് ലാസ്റ്റാണ്. ഓക്കെ, ലാസ്റ്റാണ്. ഇതിൽ വേറെ അപ്പുറത്ത് എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാനെന്നല്ല, ഇവിടെ ഉള്ള എല്ലാവരും പറയും. ഓരോരുത്തർക്ക് അതായത് 6 എത്ര കൊല്ലം ഇപ്പൊ നമ്മൾ ഇറങ്ങി, 1 കൊല്ലമില്ലേ, 1.5 കൊല്ലം മുന്നേ ഉള്ള കഥ തൊട്ട് ഞാൻ ഇരുന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയില്ല. രാണ്ടൻ എന്തെങ്കിലും പറയാണ്ട്, ഗുലാനെന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞു. എനിക്ക് ഇതൊന്നും പറഞ്ഞോണ്ട് ഡെയിലി അടിക്കാനൊന്നുമില്ല. അതാണ്, എനിക്കും ഡെയിലി അടിക്കാൻ താല്പര്യമില്ല. നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പൊ ഇതൊന്നും നമുക്ക് ഹല്ല വെള്ള മനസ്സിലായി. നമുക്ക് ഇതിന്റെ പിറകെ ഇരിക്കാൻ വയ്യ.
അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ഒറ്റ Guys, ഡയലോഗ് എനിക്ക് വിളിച്ചു പറ. എനിക്ക് കോളൊന്നും വന്നിട്ടില്ല. ചില്ല് ചില്ല് ചില്ല്. ഒറ്റ സാറിന് dialogue പറയുന്നത്. 4 മണിയാകുമ്പോ എനിക്ക് 2 മണിക്കൂർ കോൾ ഉള്ളതാണ്. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. ഞാന് ലൈവ് എൻഡ് ചെയ്യുവാണ്. എടാ ആരേലും ഇവിടെ ലൈവ് ഉണ്ടോടാ? എനിക്കൊന്ന് ബില്ല് ബില്ല് മോൻ മോനുണ്ട്. എന്തര ബില്ലുമോൻ ലൈവ് ഉണ്ട്. ആ ബില്ലുമോൻ ലൈവ് ഉണ്ട് ഗൈസ്. എല്ലാരും ലോലനും ഉണ്ട്. ലോലനില്ല